അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഈ ആഴ്ച UK ജമാഅത്ത് തൻ്റെ മജ്‌ലിസ് ശൂറ സംഘടിപ്പിക്കാനുള്ള തൗഫീക്ക് ലഭിച്ചിരിക്കുകയാണ്. അത് കാനഡയും ബെൽജിയവും ഇതോടൊപ്പം സംഘടിപ്പിക്കുന്നുണ്ട്. അവരും ശൂറ സംഘടിപ്പിക്കുകയാണ്. ഞാൻ പ്രതീക്ഷിക്കുന്നത് ഉസൂർ പറയുകയാണ്, ഞാൻ ദുആ ചെയ്യുന്നു, അള്ളാഹു നിങ്ങൾക്കെല്ലാവർക്കും ഷൂറയുടെ എല്ലാ ഉദ്ദേശ ലക്ഷ്യങ്ങളും സുപ്രധാനമായിരിക്കും ഉദ്ദേശ ലക്ഷ്യങ്ങൾ കരസ്ഥമാക്കാനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ. അള്ളാഹു എല്ലാ സമയവും തുടർച്ചയായി നിങ്ങളിൽ നിന്നും ഈ മുഷാവരത്തിൻ്റെ പ്രതിനിധികൾ എന്നുള്ള നിലയിൽ നിങ്ങൾ നൽകുന്ന ഓരോ അഭിപ്രായങ്ങളും അത് എല്ലാം തന്നെ തഖ്വയുടെയും നീതിയുടെയും അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് നൽകാൻ സാധിക്കുമാറാകട്ടെ എന്ന് ഞാൻ ദുആ ചെയ്യുന്നു. നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഈ വർഷം നിങ്ങൾ ജമാഅത്തിൻ്റെ ഇലക്ഷൻ തിരഞ്ഞെടുപ്പിൻ്റെ വർഷം കൂടിയാണിത്. അതുകൊണ്ട് നിങ്ങൾ ഓർക്കുക, എൻ്റെ സന്ദേശം, എൻ്റെ നിർദ്ദേശം ഇതാണ്: നിങ്ങൾ ഓരോരുത്തരും തന്നെ നിങ്ങളുടെ വോട്ട് അവർക്ക് വേണ്ടി നൽകേണ്ടതാണ്. ആർക്കാണോ അർഹതപ്പെട്ട ആളുകൾക്ക് നൽകേണ്ടതാണ്. യഥാർത്ഥ അർത്ഥത്തിൽ വിവിധ സേവനങ്ങൾക്ക് അർഹതപ്പെട്ട ആളുകൾക്ക് നൽകേണ്ടതാണ്. വ്യക്തിപരമായിരിക്കുന്ന താല്പര്യമോ അതുപോലെ തന്നെ സൗഹൃദമോ നിങ്ങളുടെ തീരുമാനം വോട്ട് ചെയ്യുന്ന കാര്യത്തിൽ നിങ്ങൾ ഒരിക്കലും തന്നെ നിങ്ങളെ സ്വാധീനിക്കരുത്. കാര്യം ഓർത്തു വെക്കേണ്ടത് എപ്പോഴും നമ്മുടെ ഓരോ പ്രവൃത്തിയുടെയും അടിസ്ഥാനം തഖ്വയായിരിക്കണം, അതായിരിക്കേണ്ടതാണ്. അല്ലെങ്കിൽ ഈ ശൂറയുടെ യഥാർത്ഥ ലക്ഷ്യം തന്നെ നമുക്ക് പൂർത്തിയാക്കാൻ സാധിക്കുന്നതല്ല, അത് വ്യർത്ഥമായി തീരുന്നതാണ്, അത് കരസ്ഥമാക്കാൻ സാധിക്കുകയില്ല. ഒരു അഹമ്മദിയുടെ ആയിത്തീരേണ്ട ലക്ഷ്യവും അത് തന്നെയാണ് എന്നാണ് ഹസ്രത്ത് മുസ്ലിം റളിയല്ലാഹു തആല അൻഹു പറഞ്ഞിരിക്കുന്നത്. മുസ്ലിം റളിയല്ലാഹു അൻഹു നിസാമെ ഷൂറ സംവിധാനം ഇവിടെ നടപ്പിൽ വരുത്തിയപ്പോൾ കുറച്ച് വർഷങ്ങളെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം വഫാത്തിന് ശേഷം കുറച്ച് വർഷങ്ങൾക്ക് ശേഷമാണ് നടന്നത്. അതിൽ തുടക്കത്തിൽ പല പ്രതിനിധികളും ഷൂറയിൽ പങ്കെടുത്തിരുന്നു. അവർ മസീഹ് അലൈഹി സ്വലാം സഹാബാക്കളിൽ ഉൾപ്പെട്ടവരായിരുന്നു. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ പല അഹമ്മദികളും ലോകത്ത്, അങ്ങനെയുള്ള പല അഹമ്മദികളും ഇന്നുമുണ്ട്. അവർ അടുത്ത കാലത്ത് ബയ്യത്ത് ചെയ്തവരായിട്ടുള്ളവരുണ്ട്. ഹുസൂർ നിങ്ങളിവിടെ എല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുന്നത്, അതിൽ ജമാഅത്തിൽ പുതുതായി പ്രവേശിച്ച ആളുകൾ നിങ്ങളിൽ ഉൾപ്പെട്ടവരുണ്ട്. അതുകൊണ്ട് ഹദ്റത്ത് മുസ്ലിം അത് ഷൂറയുടെ സംവിധാനം ഏർപ്പെടുത്തിയപ്പോൾ വളരെ വ്യക്തമായ രീതിയിൽ ഓരോ നിർദ്ദേശങ്ങളും നമുക്ക് അന്ന് നൽകിയിരുന്നു. പല പ്രസംഗങ്ങളും പല പ്രഭാഷണങ്ങളിലൂടെയും ഷൂറയുടെ ലക്ഷ്യങ്ങൾ എന്താണ് എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു.
വ്യക്തമായി നമ്മളോട് പറഞ്ഞിരുന്ന ഒരു കാര്യം, മജ്‌ലിസ് ഷൂറയുടെ ആത്മാവ് എന്താണ്, അതിൻ്റെ പ്രാധാന്യം എന്താണ്, എങ്ങനെയാണ് അതിൻ്റേതായ നടപടികളെല്ലാം തന്നെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. മുസ്ലിം മൗദിൻ്റെ ഈ അനർഘങ്ങളായിരിക്കുന്ന അമൂല്യങ്ങളായിരിക്കുന്ന പ്രസംഗങ്ങൾ, അതുപോലെ തന്നെ അതെല്ലാം തന്നെ പല പുസ്തകങ്ങളിലൂടെ ഗ്രന്ഥങ്ങളിലൂടെയും നമ്മളെ മുമ്പാകെ എത്തുന്നുണ്ട്. മജ്‌ലിസ് ഷൂറയുടെ എല്ലാ ആളുകളും, എല്ലാ അംഗങ്ങളും, ഭാരവാഹികളും ഈ പുസ്തകങ്ങളൊക്കെ തന്നെ, ഈ ഗ്രന്ഥങ്ങളെയൊക്കെ വായിക്കേണ്ടതാണ്. അപ്പോഴാണ് നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ എന്തെല്ലാമാണ് എന്നവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. ചില ഗ്രന്ഥങ്ങൾ അത് ഉറുദുവിലും ഇംഗ്ലീഷിൽ തർജ്ജമയായിട്ടില്ല. അത് ഉറുദു വായിക്കാൻ അറിയുന്നവർ അത് തീർച്ചയായിട്ടും വായിച്ചിരിക്കേണ്ടതാണ്. അടുത്ത മുസ്ലിമിൻ്റെ നിർദ്ദേശങ്ങളിൽ നിന്നും നിങ്ങൾ ഫലമെടുക്കേണ്ടതാണ്. ഞാനും ഷൂറയുടെ അടിസ്ഥാനപരമായിരിക്കുന്ന കാര്യങ്ങൾ അത് ഷൂറയിൽ പങ്കെടുക്കുന്ന ഓരോ മെമ്പറിൻ്റെയും ഹൃദയത്തിൽ എപ്പോഴും തന്നെ രൂഢമൂലമായിരിക്കേണ്ടതാണ്. അത് ഞാൻ എടുത്തു പറയാൻ പോവുകയാണ്. മുസ്ലിം മൗദ് ഇതെടുത്ത് പറയുകയും ചെയ്തിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ, ഏറ്റവും ഉന്നതമായിരിക്കുന്ന ലക്ഷ്യം നമ്മുടെ മുമ്പിലുണ്ടാകേണ്ടത്, മജ്‌ലിസ് ഷൂറയുടെ യഥാർത്ഥ ലക്ഷ്യം എന്നുള്ളത് അള്ളാഹുവിൻ്റെ പ്രീതി കരസ്ഥമാക്കുക എന്നുള്ളതായിരിക്കണം. യഥാർത്ഥത്തിൽ മനുഷ്യൻ യഥാർത്ഥ ലക്ഷ്യം അള്ളാഹുവിൻ്റെ പ്രീതി ആയിത്തീരുകയാണെങ്കിൽ, അത് കരസ്ഥമാക്കുക എന്നുള്ളതാണെങ്കിൽ, അപ്പോൾ മാത്രമാണ് ആ ഓരോ വ്യക്തിയും ഓരോ മഷ്വറ നൽകുമ്പോൾ, ഓരോ അഭിപ്രായം പറയുമ്പോൾ നീതിബോധത്തോടുകൂടി, അതുപോലെ തന്നെ വ്യക്തിപരമായ താല്പര്യങ്ങളിൽ നിന്നെല്ലാം വിട്ടു നിർത്തിക്കൊണ്ട് ജമാഅത്തിൻ്റെ താല്പര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ടായിരിക്കും ഒരു അഭിപ്രായങ്ങൾ നൽകുക. അള്ളാഹുവിനോടുള്ള സ്നേഹം, എപ്പോഴും തന്നെ ഒരു ത്യാഗം അനിവാര്യമാണ്. മുസ്ലിം അത് പറയുകയുണ്ടായി, ഒരിക്കൽ നമുക്കെല്ലാവർക്കും നമുക്ക് നമ്മുടേതായ വ്യക്തിപരമായിരിക്കുന്ന താല്പര്യങ്ങൾ, സൗഹൃദങ്ങൾ, നമ്മുടെ ആഗ്രഹങ്ങൾ, നമ്മുടെ ലക്ഷ്യങ്ങൾ, നമ്മുടേതായിരിക്കുന്ന ആഗ്രഹങ്ങൾ, നമ്മുടേതായിരിക്കുന്ന അഭിപ്രായങ്ങൾ അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടി അതൊക്കെ ത്യജിക്കേണ്ടതായിട്ട് വരും. നമ്മുടെ വികാരങ്ങളെ ത്യജിക്കേണ്ടതായിട്ട് വരും. എന്നാൽ ചിലത് അത് അള്ളാഹുവിൻ്റെ സ്നേഹത്തിന് വേണ്ടി ത്യാഗം ചെയ്യുന്നവരായി ചിലരുണ്ട്. എന്നാലും ബലഹീനതകൾ നമ്മളിൽ ഉണ്ടായിത്തീരും. അതുകൊണ്ട് സാനി പറയുകയുണ്ടായി, ഖലീഫത്തുൽ സാനി പറയുകയുണ്ടായി, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് വ്യതിചലിക്കുമ്പോൾ മനുഷ്യൻ അള്ളാഹുവുമായി ബന്ധം മുറിഞ്ഞു പോകാനുള്ള അവസരമുണ്ടായിത്തീരുകയും അങ്ങനെ അത് നമുക്ക് വലിയ നഷ്ടത്തിലേക്ക് നമ്മളെ കൊണ്ടുപോവുകയും ചെയ്യുന്നതാണ്. അങ്ങനെ ഭൗതിക ലോകത്തും ആ വ്യക്തികൾക്ക് സമാധാനം ഉണ്ടാവുകയില്ല. അവർ ജനങ്ങൾ അവരെ വളരെ മോശമായിട്ട് കാണുകയും ഭൗതികത അവർക്ക് അനിഷ്ടകരമായി തീരുകയും ആത്മീയത ഇല്ലാതായി തീരുകയും ചെയ്യുന്നൊരവസ്ഥയിലേക്ക് അവർ പോകുന്നു. അതായത് മുസ്ലിം മൗദ് റളിയല്ലാഹു തആല അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ച് എടുത്തു പറയുകയുണ്ടായി, അവർ വളരെയധികം ദൗർഭാഗ്യവാന്മാരാണ്. അതായത് ലോകത്തുള്ള ഏറ്റവും നിർഭാഗ്യം കെട്ടവരാണ് അവർ. ഈ കാര്യങ്ങൾ വളരെ പ്രധാനമായൊരു കാര്യമാണ്. അത് നമ്മുടെ ഓരോ കാര്യവും, നമ്മുടെ ഓരോ പ്രവൃത്തിയിലും ഏറ്റവും വ്യക്തമായിരിക്കുന്ന ലക്ഷ്യമുണ്ടായിരിക്കേണ്ടത് അള്ളാഹുവിൻ്റെ സ്നേഹം കരസ്ഥമാക്കുക എന്നുള്ളതാണ്. അതായിരിക്കണം നമ്മുടെ മനസ്സിലെപ്പോഴും ഉണ്ടായിരിക്കേണ്ടത്. നമുക്ക് എപ്പോഴും നമ്മുടെ വ്യക്തിപരമായ അഹന്തയെ ഒരു ഭാഗത്തേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട്, അതിനെ ത്യജിച്ചുകൊണ്ട്, ഓരോ ഭാരവാഹികളും ഷൂറയിലെ മെമ്പർമാർക്കും അള്ളാഹുവിൻ്റെ സ്നേഹം കരസ്ഥമാക്കുന്നതിന് വേണ്ടി, ആ ഒരു ആഗ്രഹത്തിന് വേണ്ടി അവർ മുന്നോട്ട് വരേണ്ടതാണ്. അത് അള്ളാഹുവിനെ കരസ്ഥമാക്കുക എന്നുള്ള സ്നേഹം, അല്ലെങ്കിൽ ആ ആഗ്രഹം, അത് മറ്റ് ഭൗതികമായിരിക്കുന്ന എല്ലാ സ്നേഹത്തെക്കാളും ഉന്നതമായിരിക്കേണ്ടതാണ്. അത് ഒരിക്കലും തന്നെ ജമാഅത്തിനെതിരിൽ നമ്മുടെ വ്യക്തിപരമായ താല്പര്യങ്ങൾ നമ്മൾ ജമാഅത്തിൻ്റെ ആഗ്രഹത്തിനെതിരിൽ നിൽക്കാൻ പാടില്ല. മുസ്ലിം മൗദ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, അള്ളാഹുവിൻ്റെ പ്രീതി കരസ്ഥമാക്കുക എന്നുള്ള നിസ്സാര കാര്യമല്ല. അതിനുവേണ്ടി വലിയൊരു ത്യാഗത്തിൻ്റെ അനിവാര്യതയുണ്ട്, ആവശ്യമുണ്ട്. അങ്ങനെയുള്ള ആ ത്യാഗം മറ്റൊന്നിനും ആവശ്യമില്ല. സിമ്പിളായി പറയുകയാണെങ്കിൽ,
അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നമ്മൾ ഒരു ത്യാഗം ചെയ്യുമ്പോൾ അത് ഭൗതികമായിരിക്കുന്ന ത്യാഗങ്ങളൊക്കെ ഏറ്റവും ഉന്നതമായിരിക്കും. മുസ്ലിം റളിയല്ലാഹു പറയുന്നു, ജനങ്ങളുടെ ആഗ്രഹങ്ങൾ ത്യാജിക്കുക എന്നുള്ളത് മാത്രമായിരിക്കാൻ പാടില്ല. മറിച്ച് ഞാൻ ചെയ്യുന്ന ത്യാഗങ്ങൾ എന്തിനു വേണ്ടിയാണ് ഞാൻ ത്യാഗം ചെയ്യുന്നത് എന്ന ആ ഒരു ലക്ഷ്യമാണ് നമ്മൾ മുന്നിൽ വെക്കേണ്ടത്. അതായത് എന്നെ അഭിമാനം സംരക്ഷിക്കപ്പെടുന്നതിന് വേണ്ടിയാണ്, എനിക്ക് ശക്തി കരസ്ഥമാക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ത്യാഗം ചെയ്യുന്നതെങ്കിൽ അതിനുവേണ്ടി അങ്ങനെയുള്ള ത്യാഗങ്ങൾക്ക് ഒരു കാര്യമില്ല. അത് ആത്മീയമായിരിക്കുന്ന വിജയത്തിന്, ഫലാഹിന് അത് കരസ്ഥമാക്കാൻ നമുക്ക് സാധിക്കുകയില്ല. അത് കാരണം ഒരു അല്പം മാത്രം അതിൽ ഭൗതികമായിരിക്കുന്ന നേട്ടങ്ങളത് പിന്നിലുണ്ട്. ദൈവപ്രീതിയല്ല അതിൻ്റെ മുമ്പിലുള്ളത്, വ്യക്തിപരമായിരിക്കുന്ന താല്പര്യങ്ങളായിരിക്കും അതിന് മുമ്പിലുള്ളത്. ഭൗതികമായിരിക്കുന്ന ആ അഭിമാനം സംരക്ഷിക്കപ്പെടുക എന്നുള്ളതായിരിക്കും അതിൻ്റെ ലക്ഷ്യം. അതുകൊണ്ട് ഷൂറയിലെ മെമ്പറായിരിക്കുന്ന ഓരോരുത്തരും തന്നെ നിങ്ങൾ മനസ്സിൽ വെക്കേണ്ടത്, അങ്ങനെയുള്ള ത്യാഗങ്ങൾ ഒരിക്കലും തന്നെ യഥാർത്ഥത്തിലുള്ള ഫലം നമ്മൾക്ക് തരുന്നതല്ല. അങ്ങനെയുള്ള ആളുകൾ ജീവിതത്തിൽ അള്ളാഹുവിനെ അവർക്ക് പ്രശസ്തമാക്കാൻ സാധിക്കുകയില്ല. ഭൗതികമായിരിക്കുന്ന അവർ സാമ്പത്തിക ത്യാഗങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാകും, പക്ഷേ ദൈവ പ്രീതി കരസ്ഥമാക്കാൻ അവർക്ക് കഴിയുന്നില്ലെങ്കിൽ ജീവിതത്തിൽ പിന്നെ എന്ത് നേട്ടമാണ് അവർക്കുണ്ടാവുക? അതേപോലെ തന്നെ ചിലരുണ്ട്, അവർ തങ്ങളുടെ അഭിമാനത്തെ തന്നെ ത്യാഗം ചെയ്യുന്നു, പക്ഷേ അവരും അള്ളാഹുവിൻ്റെ പ്രീതി കരസ്ഥമാക്കുന്നില്ല. അവരതിൽ നിന്ന് വിട്ടു നിൽക്കുന്നു. അവരവരുടെ ധനവും അസ്സത്തും അഭിമാനവും എല്ലാം തന്നെ ത്യാഗം ചെയ്യുന്നു, പക്ഷേ അവർ ശൈത്താൻ്റെ പിടുത്തത്തിൽ മുറുകിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ളവരുമുണ്ട്. അവർ അള്ളാഹുവിൻ്റെ പ്രീതിയിൽ ജീവിതം കഴിച്ചു കൂട്ടുന്നില്ല. ചിലർ തങ്ങളുടെ അറിവിൻ്റെ പേരും പറഞ്ഞുകൊണ്ട് അത് അവർ ത്യാഗം ചെയ്യുന്നവരായിട്ടുണ്ട്. പക്ഷേ വീണ്ടും അവർ ഭൗതികതയിലേക്ക് പോകുന്ന ആളുകളാണ്. കാരണം അവരുടെ ലക്ഷ്യം എന്താണ്? ആ ത്യാഗങ്ങൾ ചെയ്യുമ്പോൾ എന്തിനു വേണ്ടിയാണ് ഞാൻ ത്യാഗം ചെയ്യുന്നത് എന്ന് മുന്നിൽ വെക്കണം. അതായത് ഇതെല്ലാം തന്നെ ഒരു താൽക്കാലികമായിരിക്കുന്ന ആപേക്ഷികമായിരിക്കുന്ന ത്യാഗങ്ങളാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. മുസ്ലിം ഇത് സംബന്ധമായി പറയുന്നത്, യഥാർത്ഥത്തിലുള്ള ത്യാഗം കുർബാനി എന്ന് പറഞ്ഞാൽ, ആ കുർബാനി നമ്മൾ ചെയ്യുന്നതിൻ്റെ ആത്മാവ് എന്താണ്? അത് നമ്മുടെ പരിപൂർണമായിരിക്കുന്ന ആഗ്രഹങ്ങളും എല്ലാം തന്നെ പരിപൂർണമായും അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടിയായിരിക്കണം. തൻ്റെ വ്യക്തി താല്പര്യങ്ങൾ ഒരിക്കലും തന്നെ ഇടയിൽ വരാൻ പാടില്ല. അതെല്ലാം തന്നെ ത്യജിക്കണം പൂർണ്ണമായിട്ടും. ഒരു വിധത്തിലുള്ള വ്യക്തിപരമായ താല്പര്യവും ആയിരിക്കരുത് ഈ ത്യാഗം കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്നായിരിക്കണം. നഫ്സ്, നമ്മുടേതായിരിക്കുന്ന നഫ്സ് നമ്മളെ കീഴ്പ്പെടുത്തുകയും അതുപോലെ തന്നെ അതിൻ്റെ ഉദ്ദേശത്തിന് വേണ്ടി നമ്മൾ ഏതൊരു സേവനം ചെയ്യുകയും ചെയ്യുമ്പോൾ അത് ഒരിക്കലും തന്നെ യഥാർത്ഥ രീതിയിൽ നമുക്ക് നമ്മുടേതായിരിക്കുന്ന ഖിദ്മത്ത് ചെയ്യാൻ സാധിക്കുകയില്ല. യഥാർത്ഥ ലക്ഷ്യം നമുക്ക് കരസ്ഥമാക്കാൻ നമുക്ക് സാധിക്കുകയില്ല. നമുക്ക് അള്ളാഹുവിനെ പ്രാപിക്കാനുള്ള യഥാർത്ഥ മാർഗത്തിൽ നമ്മൾ വ്യതിചലിക്കുകയാണ് ചെയ്യുന്നത്. ബാഹ്യമായിട്ട് നോക്കുമ്പോൾ ചില വലിയ ത്യാഗങ്ങൾ ചെയ്യുന്നവരുണ്ടായിരിക്കും, പക്ഷേ അതിൻ്റെ ലക്ഷ്യം, അതിൻ്റെ അടിസ്ഥാനം എന്താണ്? അത് എന്ന് പറഞ്ഞാൽ ഒരിക്കലും തന്നെ സംശുദ്ധമായിരിക്കുകയില്ല. കാരണം അവർക്ക് അതിൽ എന്തോ ഒരു വ്യക്തിപരമായ താല്പര്യം അതിൻ്റെ ഉള്ളിലുണ്ടായിരിക്കും. അത് യഥാർത്ഥത്തിൽ ഒന്നെങ്കിൽ അവരുടെ അറിവ്, അവരുടെ ജീവനും അവരുടെ സമയവും എല്ലാം തന്നെ ത്യാഗം ചെയ്യുന്നത് അള്ളാഹുവിന് വേണ്ടിയായിരിക്കില്ല. അതിൻ്റെ ലക്ഷ്യം അവരുടേതായിരിക്കുന്ന ഏതെങ്കിലും തന്നെ ഭൗതികമായിരിക്കുന്ന എന്തെങ്കിലും ഒരു സ്വാധീനം ജനങ്ങളുടെ ഉണ്ടാക്കുന്നതിന് വേണ്ടിയായിരിക്കാം. അതുകൊണ്ട് മുസ്ലിം അത് പറയുകയാണ്, ആ വ്യക്തി വലിയ ത്യാഗം ചെയ്യുന്നു എന്ന് പൊതുവിൽ എല്ലാവരും കാണും, പക്ഷേ അത് സമൂഹത്തിന് വേണ്ടിയാണ്, നാടിന് വേണ്ടിയാണ് എന്നൊക്കെ ജനങ്ങൾ കരുതും. പക്ഷേ യഥാർത്ഥത്തിൽ അതിൻ്റേതായിരിക്കുന്ന പിന്നണിയിൽ അവൻ്റെ വ്യക്തിത്വ താല്പര്യങ്ങൾക്ക് വേണ്ടിയായിരിക്കും അവൻ അത് ചെയ്യുന്നത്. അവൻ്റെ ഉള്ളിൽ ആഗ്രഹം അതായിരിക്കും. ഈ ത്യാഗങ്ങളൊക്കെ ചെയ്തുകൊണ്ട് അങ്ങനെ തൻ്റേതായിരിക്കുന്ന ആഗ്രഹങ്ങളെ സഫലീകരിക്കാൻ വേണ്ടിയായിരിക്കും അവൻ അത് ചെയ്യുന്നത്. അതുപോലെ തന്നെ അവൻ്റെ ആഗ്രഹങ്ങൾ, അവൻ്റെ അഭിപ്രായങ്ങൾ അത് സ്വാധീനിക്കപ്പെടും എന്നുള്ളതിന് വേണ്ടിയായിരിക്കും. അപ്പോൾ യഥാർത്ഥത്തിൽ അള്ളാഹുവിലേക്ക് എത്തിച്ചേരാനുള്ള കുർബാനി എന്ന് പറഞ്ഞാൽ, ത്യാഗം എന്ന് പറഞ്ഞാൽ, അള്ളാഹുവിലേക്ക് എത്തുന്ന യഥാർത്ഥ ത്യാഗം എന്ന് പറഞ്ഞാൽ, അത് മനുഷ്യൻ തൻ്റെ എല്ലാ വിധത്തിലും
നമ്മൾ ത്യാഗം ചെയ്യുമ്പോൾ എൻ്റെ നഫ്സിൻ്റെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു അതിൽ വല്ല മാലിന്യവും അതിൽ ചേർന്നിട്ടുണ്ടോ എന്ന് നമ്മൾ നോക്കണം. നമ്മൾ സമയമോ നമ്മളതുപോലെ ഏതെങ്കിലും ജീവനോ അല്ലെങ്കിൽ ഏതെങ്കിലും മൃഗത്തെയോ തന്നെ നമ്മൾ കുർബാൻ ചെയ്യുമ്പോൾ, നമ്മളെ തന്നെ ത്യജിക്കുമ്പോൾ, നമ്മൾ അള്ളാഹുവിന് വേണ്ടിയാണോ അതല്ലെങ്കിൽ അവൻ്റെ നഫ്സിന് വേണ്ടിയാണോ? തൻ്റെ നഫ്സിനെ ത്യജിച്ചുകൊണ്ട് അള്ളാഹുവിനോടുള്ള ആ സ്നേഹത്തിൽ മുന്നോട്ട് വരുന്നതായിരിക്കണം. ഒരു ഷൂറയിൽ മെമ്പറായി എന്നുള്ള നിലക്ക് നിങ്ങളെല്ലാവരും ഒരു വർഷം നിങ്ങൾ മെമ്പറായിരിക്കും. അത് എപ്പോൾ നിങ്ങൾ അയവിറക്കിക്കൊണ്ടിരിക്കേണ്ടതിന് മാർഗ്ഗങ്ങൾ, ഈ കാര്യങ്ങൾ നിങ്ങൾ അയവിറക്കിക്കൊണ്ടിരിക്കുകയും നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ പ്രയാസങ്ങളും അത് ജമാഅത്തിന് വേണ്ടിയാണോ അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടിയാണോ നിങ്ങൾ ചെയ്യുന്നത് എന്ന് ഓരോരുത്തരും നിങ്ങൾ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുക. അല്ലെങ്കിൽ നമ്മൾ ബാഹ്യമായി നോക്കുമ്പോൾ നമ്മുടെ ആ സ്ഥാനം നിലനിർത്താൻ വേണ്ടിയാണോ, അതിൽ ഞാനും ഷൂറയുടെ മെമ്പറാണ്, പ്രതിനിധിയാണ് എന്ന് എല്ലാവരും അറിയുന്നതിന് വേണ്ടിയാണോ, അതല്ല അങ്ങനെ ജമാഅത്തിൽ എനിക്ക് വലിയ സ്ഥാനമാനങ്ങൾ ഉണ്ടാവട്ടെ എന്നുള്ള നിലക്കാണോ നമ്മൾ ത്യാഗം ചെയ്യുന്നത് എന്ന് നമ്മൾ ചിന്തിക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പിന്നീട് അതുകൊണ്ട് ആ സ്ഥാനമാനങ്ങൾക്ക് ഒരു വിലയും ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഇപ്പോഴും നിയ്യത്താണ് നമ്മൾ നോക്കേണ്ടത്. ഷൂറയുടെ മെമ്പർ എന്നുള്ള നിലയിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതിൽ മുസ്ലിം പറയുന്നു, ഇത് സംബന്ധമായി മനുഷ്യൻ തൻ്റെ വ്യക്തിത്വത്തെ പൂർണ്ണമായും ഇല്ലാതാക്കിക്കൊണ്ട് പ്രവർത്തിക്കുന്നില്ലെങ്കിൽ അള്ളാഹുവിൻ്റെ പ്രീതി കരസ്ഥമാക്കാൻ സാധിക്കുകയില്ല. അവന് ശരിക്ക് ഒരു ഷിർക്കിൽ ആന്തരികമായ രീതിയിൽ ഒരു ഷിർക്ക് ചെയ്യുന്ന വ്യക്തിയായിത്തീരുന്നതാണ്. അവൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നുണ്ടെങ്കിലും അവൻ്റെ ഒരു ബിംബത്തെ മുന്നിൽ വെച്ചുകൊണ്ടായിരിക്കും ഇതെല്ലാം തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവൻ്റെ ബാഹ്യമായിട്ട് എന്തെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും അവൻ്റെ മനസ്സിലുണ്ടാകുന്നത് മറ്റൊന്നായിരിക്കും. അത് അവനെ സ്വാധീനിക്കും. അത് അവൻ്റേതായിരിക്കുന്ന ഭൗതികമായിരിക്കുന്ന സ്വാധീനത്തെ മറ്റുള്ളവരിൽ ചെലുത്തുന്നതിന് വേണ്ടിയായിരിക്കും. ലാ ഇലാഹ എന്ന് പറഞ്ഞുകൊണ്ട് ഇല്ലല്ലാ എന്ന് പറയാതെ അവൻ പറയുന്നത് ഞാനുണ്ട് എന്നുള്ളതിലേക്ക് ഉള്ള ഒരു രീതിയിലേക്ക് അവൻ പറയുന്നതായിരിക്കും. അള്ളാഹു ഇല്ല എന്ന് പറയുമ്പോഴും, അള്ളാഹു അല്ലാതെ മറ്റൊരു ആരാധനയില്ല എന്ന് പറയുമ്പോഴും, അള്ളാഹു അല്ലാതെ ഞാനും ഒരു ആരാധനാണ് എന്ന് പറയുന്നൊരവസ്ഥയിലേക്ക് അവനെ എത്തിക്കുന്നത്. അങ്ങനെ അവന് അള്ളാഹുവിനോടൊപ്പം തന്നെയും ഷിർക്കാക്കി കൂട്ടുകയാണ് ചെയ്യുന്നത്, പങ്കാളിയാക്കുകയാണ് ചെയ്യുന്നത്. ഇതിൽ തൻ്റെ വ്യക്തിത്വത്തെ, തൻ്റേതായിരിക്കുന്ന ദേഹേച്ഛയെ അവൻ അവസാനിപ്പിക്കുകയല്ല ചെയ്യുന്നത്. അവിടെ അതിനെ കൂടുതലായിട്ട് മുന്നോട്ട് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അപ്പോൾ അവൻ ചെയ്യേണ്ടത് തൻ്റെ ഇച്ഛകളെ അള്ളാഹുവിൻ്റെ ഇച്ഛകൾക്ക് വേണ്ടി ത്യജിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരേണ്ടതാണ്. അപ്പോൾ കുർബാനി എന്ന് പറഞ്ഞാൽ, ത്യാഗം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനോടുള്ള സ്നേഹം ഒരു വിധത്തിലുള്ള നിബന്ധനക്കും വിധേയമല്ലാത്ത രീതിയിൽ നമ്മൾ ചെയ്യേണ്ടതാണ്. അതായത് പൂർണ്ണമായി അള്ളാഹുവിൻ്റെ കൽപ്പനകളിൽ പെട്ടുകൊണ്ട് ജീവിക്കുക. ഇത് മുസ്ലിം അത് പറയുകയാണ്, പലരും തന്നെ വലിയ വലിയ ത്യാഗങ്ങൾ ചെയ്യുന്നവരുണ്ട്, അല്ലെങ്കിൽ അവർ ഞങ്ങൾ ത്യാഗം ചെയ്യുന്നുണ്ട് എന്ന് വാദമുന്നയിക്കുന്നവരാണ്. അവർ ജീവനും ധനവും ഒക്കെ ത്യാഗം ചെയ്യുന്നവരാണ്. പക്ഷേ ആ ത്യാഗങ്ങളുടെ പിന്നിലുള്ള ലക്ഷ്യം എന്താണ്? അത് അവരുടേതായിരിക്കുന്ന നഫ്സായി ഇരിക്കും. അതുകൊണ്ട് പൂർണ്ണമായും മനുഷ്യൻ തൻ്റെ ആഗ്രഹങ്ങളെ, തൻ്റെ ഇച്ഛകളെ അതിൽ നിന്നും പൂർണ്ണമായും സ്വതന്ത്രമാകുന്നില്ലെങ്കിൽ, അള്ളാഹുവിൻ്റെ സ്നേഹം മാത്രം അവന് മുമ്പില്ലെങ്കിൽ പിന്നെ ഒരിക്കലും തന്നെ അവന് ലക്ഷ്യം കരസ്ഥമാക്കാൻ സാധിക്കുകയില്ല. സഹാബക്കൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വളരെ ധൈര്യമായി ധീരതയോടുകൂടി ജിഹാദ് ചെയ്തു. ഒരവസരത്തിൽ ഒരു വ്യക്തി വളരെ ധൈര്യത്തോടു കൂടി പോരാടുകയായിരുന്നു മൈതാനത്ത്. ജനങ്ങളെല്ലാവരും അവനെ വളരെ പുകഴ്ത്തിക്കൊണ്ട് പറഞ്ഞു, ഇത്ര നല്ല ധീരനായ വ്യക്തി എന്നപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി പറഞ്ഞു, ആ വ്യക്തി ജഹന്നമിലേക്ക് പോകുന്നതാണ്, നരകത്തിലേക്ക് പോകുന്നതാണ്. സഹാബകൾ അത്ഭുതപ്പെട്ടു, ഇത്രയും ധീരതയോടുകൂടി പോരാടുന്ന വ്യക്തി എങ്ങനെ നരകത്തിലേക്ക് പോകാനാണ് എന്നുള്ളത്. വളരെയധികം ധൈര്യത്തോടുകൂടി, വളരെ ധീരതയോടുകൂടി, വളരെ ആവേശത്തോടുകൂടി ഈ മുസ്ലിങ്ങൾക്ക് വേണ്ടി ജാതിൽ പങ്കെടുത്ത് പോരാടുന്ന വ്യക്തി എങ്ങനെയാണ് അവൻ നരകത്തിലേക്ക് പോവുക?
അപ്പോൾ സഹാബാക്കൾ റസൂൽ തിരുമേനി ചോദിക്കുകയുണ്ടായി, എന്താണ് യാ റസൂൽ, കാരണം എന്താണ്, ഇത്രയും നല്ലൊരു വ്യക്തി എങ്ങനെ നരകത്തിലേക്ക് പോകും? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തിരുമേനി വാക്കുകൾ എന്ന് പറഞ്ഞാൽ സത്യത്തിൽ അധിഷ്ഠിതമാണെന്ന് സഹാബാക്കൾക്ക് അറിയാം. അതുകൊണ്ടാണ് അവർ ചോദിച്ചത്. അപ്പോൾ പിന്നീട് ജനങ്ങൾ കാണുന്നത് എന്താണ്? ആ വ്യക്തി പിന്നീട് വളരെ മുറിവേറ്റ് ഇരുന്ന അവസരത്തിൽ, ആ മുറിവുകൾ ഒരിക്കലും തന്നെ സഹിക്കാൻ കഴിയാത്ത രീതിയിൽ പടഞ്ഞുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ അയാൾ കുന്തമെടുത്തുകൊണ്ട് തന്നെ കുത്തിക്കൊണ്ട് തന്നെ ആത്മഹത്യ ചെയ്തതായിട്ടാണ് പിന്നീട് ചരിത്രത്തിൽ കാണാൻ പറയുന്നത്. ആ വ്യക്തി പറയുകയുണ്ടായി മരണത്തിന് മുമ്പ്, ഞാൻ ഇതുവരെ അള്ളാഹുവിന് വേണ്ടി, അതായത് അതിന് പ്രവൃത്തി അവർ പറയുന്നത് ഞാൻ അള്ളാഹുവിന് വേണ്ടിയായിരുന്നില്ല. അതായത് പല രീതിയിലുള്ള ആ ഹൃദയത്തിൽ ശത്രുക്കളോട്, പല വ്യക്തികളോട് പല വിരോധം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവരോട് പ്രതികാരം ചെയ്യുകയായിരുന്നു, അള്ളാഹുവിന് വേണ്ടിയായിരുന്നില്ല അദ്ദേഹം ചെയ്തിരുന്നത്. ഇസ്ലാം നമ്മളോട് പറയുന്നത് എന്താണ്? അതായത് ഒരാൾ ആത്മഹത്യ ചെയ്യുന്ന വ്യക്തി ഒരിക്കലും അള്ളാഹുവിൽ ഒരിക്കലും തന്നെ പ്രതീക്ഷ വെക്കുന്നില്ല, ഭരമേൽപ്പിക്കുന്നില്ല തൻ്റെ എല്ലാ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും. അങ്ങനെയുള്ള വ്യക്തി ആത്മഹത്യ ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ അവൻ ഷഹീദ് എന്ന് പറയപ്പെടുകയില്ല. അവൻ്റെ ജിഹാദിൻ്റെ ലക്ഷ്യം, അതിൻ്റെ പോരാടിയിരുന്നത് അവൻ്റെ വ്യക്തിപരമായ താല്പര്യങ്ങൾ നിലനിർത്തുന്നതിന് വേണ്ടിയായിരുന്നു. അതുകൊണ്ട് റസൂൽ തിരുമേനിയുടെ വാക്കുകൾ അവിടെ വളരെ വ്യക്തമായി പുലരുന്നതായി സഹാബാക്കൾ കാണുകയുണ്ടായി. ഇത് നമുക്കെല്ലാവർക്കും ഉള്ളൊരു പാഠമാണ്, വലിയൊരു പാഠം ഇതിനുള്ളിലുണ്ട്. ഓരോരു പ്രവൃത്തിയും നമ്മളഭിപ്രായം പറയുമ്പോൾ, ഓരോ അഭിപ്രായം പറയുമ്പോൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ, അള്ളാഹുവിൻ്റെ പ്രീതിക്ക് മുന്നിൽ വെച്ചുകൊണ്ടായിരിക്കണം. അപ്പോഴാണ് അള്ളാഹുവിൻ്റെ പ്രീതി കരസ്ഥമാക്കുന്നവർ നമ്മൾ മാറി ചെയ്യുക. നമ്മുടേതായിരിക്കുന്ന എന്തെങ്കിലും ആഗ്രഹങ്ങളാണ് മുന്നിൽ വെക്കുന്നതെങ്കിൽ, അതല്ലെങ്കിൽ നമ്മളുടേതായിരിക്കുന്ന എന്തെങ്കിലും താല്പര്യങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണെങ്കിൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ കരസ്ഥമാക്കുന്നവരായി നമ്മൾ മാറുന്നതല്ല, അത് നമുക്ക് ലഭിക്കുകയില്ല. അതിൽ മെമ്പറാന ശൂറകളും അതുപോലെ തന്നെ ഇവിടെയുള്ള ഭാരവാഹികളും നിങ്ങൾ എപ്പോഴും തന്നെ ഇങ്ങനെയുള്ള ആത്മഹത്യകളിൽ നിന്നും നിങ്ങളെ സംരക്ഷിക്കുക. നിങ്ങളുടെ നെയ്യത്തിൻ്റെ ആത്മാർത്ഥതയിൽ ഒരു രീതിയിലുള്ള കളങ്കവും ഉണ്ടാകാൻ പാടില്ല. ഒരു ഭാരവാഹി എന്നുള്ള നിലയിൽ നിങ്ങളിൽ പലരും അത് വീണ്ടും തിരഞ്ഞെടുക്കപ്പെടുന്നവരായിത്തീരും. ചിലർ ആദ്യമായിട്ട് ഭാരവാഹിയായി വരാം, ഒന്ന് ലോക്കൽ ലെവലിലായാലും നാട്ടിൽ അത് അവർ ജില്ലാ തലത്തിലോ അല്ലെങ്കിൽ സംസ്ഥാന തലത്തിലൊക്കെ ആയി വന്നേ നിൽക്കാം. എന്നാൽ പൂർണ്ണമായും അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടി ആരാണ് ത്യാഗം ചെയ്തിരിക്കുന്നത്? എത്രമാത്രം പ്രവൃത്തികൾ അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടി ചെയ്തു, അതുപോലെ തന്നെ എത്രമാത്രം നിങ്ങളുടെ വ്യക്തിത്വത്തെ പ്രകടിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്തിട്ടുണ്ടോ, അതെല്ലാം തന്നെ ഇവിടെ തെളിയുന്നതാണ്. നിങ്ങളുടേതായിരിക്കുന്ന വ്യക്തിത്വത്തെ കാണിക്കുന്നതിന് വേണ്ടിയാണ് നിങ്ങൾ സേവനങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഭൗതികമായിരിക്കുന്ന സ്ഥാനമാനങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടിയാണ് നിങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഓരോരുത്തരും ഓർക്കുക, നിങ്ങൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളുടെയും അള്ളാഹുവിൻ്റെ ഫضലുകളും നിങ്ങൾക്ക് കരസ്ഥമാകുന്നതല്ല. അങ്ങനെയുള്ള തെരഞ്ഞെടുപ്പുകൾ, ആ തെരഞ്ഞെടുപ്പുകളിൽ നിങ്ങളുടെ പേര് വന്നിട്ടുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ ഇനി ഇലക്ഷൻ വരികയാണെങ്കിൽ, അതിൻ്റെ അനുവാദം അവർക്ക് കിട്ടുകയും ചെയ്യുകയാണെങ്കിൽ, നിങ്ങളുടെ ഓരോ പ്രവൃത്തിയും അള്ളാഹുവിൻ്റെ പ്രീതി കരസ്ഥമാക്കുന്നതിന് വേണ്ടി ആയിരിക്കണം നിങ്ങളുടെ പ്രവൃത്തി ഉണ്ടാവേണ്ടത്. മറ്റുള്ളവരെ നിങ്ങളുടെ ത്യാഗം, ഞാൻ വലിയ സേവനം ചെയ്യുന്നവനാണ് എന്ന് പ്രകടിപ്പിക്കാൻ വേണ്ടിയാകരുത്. സെക്രട്ടറി തബ്ലീഗ് ചിന്തിക്കുക, അവൻ മാത്രമേ ഉള്ളൂ ഈ തബ്ലീഗ് ചെയ്യാൻ കഴിവുള്ളവൻ എന്നവൻ ചിന്തിക്കുക. ഞാൻ ചെയ്താലേ ഇവിടെ തബ്ലീഗ് ബയ്യത്ത് കിട്ടുകയുള്ളൂ. അതുപോലെ സെക്രട്ടറി ഞാൻ പ്രവർത്തിച്ചാലേ ഇവിടെ ബജറ്റ് വർദ്ധിപ്പിക്കുകയുള്ളൂ എന്ന് ശ്രദ്ധിക്കുക. തലീം സെക്രട്ടറി ശ്രദ്ധിക്കുന്നതും തലീം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഉന്നതിയും എന്നെക്കൊണ്ട് മാത്രമേ ഇവിടെ ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കുക. അല്ലെ ഉമൂറ അവൻ ചിന്തിക്കുകയാണ്,
അത് എൻ്റെ കഴിവിലൂടെ മാത്രമേ ഇങ്ങനെയുള്ള എല്ലാ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ എനിക്ക് കഴിയുള്ളൂ എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ടാണ് ഞാനാണ് ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചത്, എൻ്റെ കാലത്താണ് ഇതൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യപ്പെട്ടത് എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുക. അങ്ങനെ വളരെ നല്ല രീതിയിൽ എല്ലാ പ്രശ്നങ്ങളും വ്യക്തമായി പരിഹരിക്കാൻ എനിക്ക് സാധിച്ചു, എൻ്റെ കഴിവുകൊണ്ട് സാധിച്ചു എന്നൊക്കെ ചിന്തിക്കുകയാണെങ്കിൽ, അതുപോലെ തർബിയത്ത് സെക്രട്ടറി ചിന്തിക്കുകയാണ്, ഇസ്ലാം സെക്രട്ടറി, അതായത് അവരുടെ എൻ്റെ ബുദ്ധി വൈഭവമാണ്, എൻ്റെ കഴിവാണ് ഇവിടെയുള്ള മാറ്റങ്ങൾക്കൊക്കെ കാരണമായത് എന്നവൻ ചിന്തിക്കുകയാണെങ്കിൽ, അത് മുഖേനയാണ് ജനങ്ങൾ ആത്മീയമായിരിക്കുന്ന ഒരു സംസ്കരണ സമ്പന്നമായ ഒരു സമൂഹത്തെ എനിക്ക് വാർത്തെടുക്കാൻ കഴിഞ്ഞതെന്നൊക്കെ അവൻ ചിന്തിക്കുകയാണെങ്കിൽ, അങ്ങനെ തന്നെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളെ സംബന്ധിച്ച് ഖലീഫുസാനി പറയുകയുണ്ട്. പക്ഷേ എല്ലാ വിഭാഗങ്ങളിലുള്ള സെക്രട്ടറിമാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ്, അതായത് അവരുടെ ഇതായിരിക്കുന്ന പ്രവർത്തനത്തിൻ്റെ വ്യക്തിപരമായിരിക്കുന്ന കാരണങ്ങൾ കൊണ്ടാണ് ജമാഅത്തിൻ്റെ ഈ വിഭാഗം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് ചിന്തിക്കുകയാണെങ്കിൽ അത് വളരെ മോശമാണ്. അതെല്ലാം, അതായത് എൻ്റെ കാരണത്താലാണ് ഇതെല്ലാം തന്നെ ഈ നേട്ടങ്ങൾ നേടാൻ കഴിഞ്ഞത് എന്ന് ചിന്തിക്കുകയാണെങ്കിൽ അതാണ് അപകടം. എന്നാൽ അള്ളാഹുവിൻ്റെ ഫളിലോട് കൂടിയാണ്, അള്ളാഹുവിൻ്റെ സഹായം കൊണ്ട് മാത്രമാണ് എനിക്കിത് ചെയ്യാൻ സാധിച്ചത് എന്ന് കരുതുകയാണെങ്കിൽ, അള്ളാഹു വർഷിച്ചിരിക്കുന്ന ഈ അനുഗ്രഹങ്ങളുടെ വർഷം അത് ഒക്കെ തന്നെ അത് അള്ളാഹുവിൻ്റെ ഫളിൽ മാത്രമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ, അത് മുഖേനയാണ് ഇങ്ങനെയുള്ള സുന്ദരമായിരിക്കുന്ന ഫലങ്ങൾ അള്ളാഹു എനിക്ക് നൽകിയത്, എനിക്ക് ലഭിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ, അപ്പോൾ തീർച്ചയായും നമുക്ക് ജമാഅത്തിൻ്റെ പുരോഗതിയുടെ ആ സുരഭിലമായിരിക്കുന്ന ദിവസങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ തീർച്ചയായും അള്ളാഹുവിൻ്റെ ലക്ഷ്യം, അള്ളാഹുവിൻ്റെ കൺമുമ്പിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായിരിക്കുന്ന ഒരു സ്ഥാനം കരസ്ഥമാക്കാൻ സാധിക്കുന്നതാണ്. അതല്ലാതെ നിങ്ങളുടേതായിരിക്കുന്ന വ്യക്തിത്വമാണ് മുമ്പിലുള്ളതെങ്കിൽ അതിനെ നിങ്ങളുടെ ഇടയിൽ കൊണ്ടുവരികയാണെങ്കിൽ അവിടെ പുരോഗതിയല്ല ഉണ്ടാവുക, അവിടെ അള്ളാഹുവിൻ്റെ ഫളലല്ല ഉണ്ടാവുക, അത് നാശത്തിന്, നഷ്ടത്തിന് കാരണമായി തീരുന്നതാണ്. ഓരോ ഭാരവാഹിയും എപ്പോഴും തന്നെ മനസ്സിലാക്കേണ്ടത്, അവർ മുമ്പിൽ വെക്കേണ്ടത് അവരുടെ യഥാർത്ഥ ലക്ഷ്യം എന്നുള്ളത് അതിലത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹു നിയോഗിച്ചത് ആ ലക്ഷ്യം എന്താണെന്ന് മനസ്സിലാക്കുക. അത് മാനവ സമൂഹത്തിനെ ദൈവവുമായിട്ട് അടുപ്പിക്കുക, അള്ളാഹുമായിട്ട് അടുപ്പിക്കുക, അള്ളാഹുവിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരിക, മനുഷ്യൻ്റെ മാനുഷികപരമായ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി നമ്മൾ സഹായികളായി തീരുക. ഏതെങ്കിലും രീതിയിൽ ചെറിയ ഇതിനു വേണ്ടി നമ്മൾ പ്രവർത്തിക്കേണ്ടത്. അതോടൊപ്പം തന്നെ നമ്മളിൽ ഏതെങ്കിലും തന്നെ ഇഖ്ലാസിലെ കുറവുണ്ടെങ്കിൽ, ഏതെങ്കിലും വ്യക്തി താല്പര്യമുണ്ടെങ്കിൽ, നമുക്ക് എങ്ങനെയാണ് അള്ളാഹുവിൻ്റേതായിരിക്കുന്ന യഥാർത്ഥ തൗഹീദ് നമുക്ക് ലോകത്ത് സ്ഥാപിക്കാൻ സാധിക്കുക? ബിംബാരാധകരായിരിക്കുന്ന ആളുകൾക്ക് എങ്ങനെയാണ് പിന്നെ തൗഹീദിനെ ലോകത്ത് നടപ്പിലാക്കാൻ സാധിക്കുകയില്ലല്ലോ, ഒരിക്കലും ഇല്ല. ഞാൻ എൻ്റെ ബിംബത്തെ മുമ്പിൽ വെച്ചുകൊണ്ട് ഞാൻ പ്രവർത്തിക്കുകയാണെങ്കിൽ പിന്നീട് തീർച്ചയായും അള്ളാഹുവിൻ്റെ തൗഹീദിനെ എനിക്ക് സ്ഥാപിക്കാൻ സാധിക്കുകയില്ല, അവർക്കൊരിക്കലും തന്നെ വിജയം കൈവരിക്കാൻ സാധിക്കുകയില്ല. നിങ്ങൾ ഇഖ്ലാസോട് കൂടി ആത്മാർത്ഥതയോട് എല്ലാ ശർറിൽ നിന്ന് നിങ്ങളെ സംരക്ഷിക്കുകയാണെങ്കിൽ, അള്ളാഹുവിനോട് പൂർണ്ണ കൂറവ് നിങ്ങൾ പുറത്തുകയാണെങ്കിൽ, അള്ളാഹുവിൻ്റെ ഫളിലിനെ എല്ലാ രീതിയിലും ജീവിതത്തിൻ്റെ ഓരോ അവസ്ഥയിലും നിങ്ങൾക്ക് കരസ്ഥമാക്കാൻ സാധിക്കുന്നതാണ്. മഴ വർഷിക്കുന്നത് പോലെ അള്ളാഹുവിൻ്റെ ഫളിൽ നിങ്ങൾ വർഷിക്കുന്നതാണ്. അവരായിരിക്കും ഖിലാഫത്തിൻ്റെ യഥാർത്ഥ സുൽത്താൻ നസീറായിത്തീരുക, ആ ഖിലാഫത്തിൻ്റെ സഹായികളായി മാറുക. നിങ്ങളിൽ ഓരോരുത്തരും, നിങ്ങളിൽ ആരും ഏതൊരു പ്രവൃത്തിയാണ് നിങ്ങൾക്ക് നൽകുന്നത്, അത് നിങ്ങൾ സെക്രട്ടറിയോ നായിബായി കൊണ്ടാണോ അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് സേവനത്തിനുള്ള അവസരം ലഭിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഓരോ ഡ്യൂട്ടിയും ഓരോ ജോലിയും ജമാഅത്ത് നൽകുന്നതും അല്ലെ ഖലീഫത്തുൽ മസീഹ് മുഖേന ഖലീഫത്തുൽ മസീഹാണ് നൽകുന്നത് നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. അതിനുവേണ്ടി പരിപൂർണമായി നിങ്ങൾ പരിശ്രമിക്കുക, അള്ളാഹുവിൻ്റെ പ്രീതി കരസ്ഥമാക്കാൻ വേണ്ടി ശ്രമിക്കാം. നിങ്ങൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് മോക്ഷം ലഭിക്കുന്നതാണ്, നിങ്ങൾക്ക് വിജയം ലഭിക്കുന്നതാണ്. മുസ്ലിം മൗദ് പറയുകയുണ്ടായി, ഞാൻ വളരെ വളരെ വേദനയോടുകൂടി നിങ്ങളോട് പറയുകയാണ്, നിങ്ങളെ മനസ്സിലെപ്പോഴും ചിന്തയിലെപ്പോഴും തന്നെ ഈ കാര്യങ്ങളെല്ലാം തന്നെ വെക്കേണ്ടതാണ്. യഥാർത്ഥ വിജയം എന്നുള്ളത്, യഥാർത്ഥ ലക്ഷ്യം കരസ്ഥമാക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ വ്യക്തിത്വത്തെ പൂർണ്ണമായും ഹൃദയത്തിൽ നിന്നും ഇല്ലാതാക്കുമ്പോഴാണ്. ഓർക്കുക,
ഷൂറയുടെ മെമ്പർ എന്നുള്ള നിലയിൽ, ഒരു ഭാരവാഹി എന്നുള്ള നിലയിൽ അടിസ്ഥാനപരമായിരിക്കുന്ന ലക്ഷ്യം, അടിസ്ഥാനപരമായ കാര്യമാണ് ഇത് നിങ്ങൾ നിറവേറ്റാൻ വേണ്ടി ശ്രമിക്കേണ്ടത്. ഈ രീതിയിൽ നിങ്ങൾ പ്രവർത്തിക്കുകയാണെങ്കിൽ ജമാഅത്തിൽ ആത്മീയമായ പുരോഗതി ലഭിക്കുന്നതാണ്, ധാർമ്മികമായ പുരോഗതി നമ്മൾ ലഭിക്കുന്നതാണ്, തബ്ലീഗ് പ്രവർത്തനങ്ങൾ നമുക്ക് മുന്നേറാൻ സാധിക്കുന്നതാണ്, സാമ്പത്തികപരമായ ആവശ്യങ്ങളെല്ലാം നിറവേറ്റി തരുന്നതാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ അടിസ്ഥാനപരമായിരിക്കുന്ന ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുക മാത്രമല്ല ചെയ്യേണ്ടത്, അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ കരസ്ഥമാക്കുന്നതിന് വേണ്ടി എല്ലാ രീതിയിലുള്ള പ്രയത്നവും നമ്മൾ ചെയ്യുകയും അതിനുവേണ്ടി നമ്മൾ എല്ലാ രീതിയിലും നമ്മൾ സമർപ്പിക്കുകയും ചെയ്യണമെന്നും, ആ രീതിയിൽ നിങ്ങൾ ഖിദ്മത്ത് ചെയ്യുകയാണെങ്കിൽ അള്ളാഹുവിൽ നിന്നുള്ള അനന്തമായിരിക്കുന്ന അനിതര സാധാരണമായ രീതിയിലുള്ള അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അള്ളാഹുവിൻ്റെ സഹായം നിങ്ങൾ കാണാൻ സാധിക്കുന്നതാണ്. കാരണം അഹങ്കാരം അത് ഏറ്റവും വലിയ പാപമാണ് എന്ന് മനസ്സിലാക്കേണ്ടതാണ്. അത് എല്ലാ രീതിയിലും നമ്മൾ ശ്രമിക്കേണ്ടത്, നിങ്ങൾ അഹങ്കാരത്തിൽ നിന്നും പൂർണ്ണമായി വിട്ടു നിൽക്കാൻ വേണ്ടി ശ്രമിക്കുക. അള്ളാഹുവിൻ്റെ സ്നേഹം എന്ന് നമ്മളോട് ആവശ്യപ്പെടുന്നത് അഹങ്കാരത്തെ ഇല്ലാതാക്കണം എന്നുള്ളതാണ്, അഹന്തയെ ഇല്ലാതാക്കണം. സെക്രട്ടറിമാരാണെങ്കിലും തബ്ലീഗായാലും സെക്രട്ടറി ഇഷ്ടാനാത്തായാലും മറ്റാരാണെങ്കിലും മറ്റേത് ഭാരവായാലും ഒരിക്കലും ചിന്തിക്കരുത് അവൻ്റെ ആ വകുപ്പിൽ അവന് വിജയം ലഭിക്കുന്നത് അവൻ്റെ കാരണത്താലാണ് എന്ന് ചിന്തിക്കരുത്. അവൻ്റെ കാരണത്താലാണ് ഇവിടെ ഉഷാറായിക്കൊണ്ട് മുന്നോട്ട് പോകുന്നതെന്ന് ചിന്തിക്കാനേ പാടില്ല. ഏതെങ്കിലും ഒരു ഭാരവാഹിക്ക് അവൻ്റെ മനസ്സിൽ വരുന്നുണ്ട്, അതായത് ഇങ്ങനെ വരുന്നുണ്ടെങ്കിൽ അത് അഹങ്കാരമാണെന്ന് മനസ്സിലാക്കുക. തീർച്ചയായും അള്ളാഹുവിൻ്റെ ഫضലിൽ നിന്നും അവൻ വിദൂരസ്ഥനായിത്തീരുന്നതാണ് ഇതിൻ്റെ കാരണത്താൽ. വിനയാന്വിതനായി നമ്മൾ പ്രവർത്തിക്കേണ്ടത്. യഥാർത്ഥ വിജയം എന്നുള്ളത് തന്നെ, യഥാർത്ഥ വിജയത്തിൻ്റെ രഹസ്യം എന്ന് പറഞ്ഞാൽ അള്ളാഹിൻ്റെ മുമ്പിൽ കുമ്പിടുക എന്നുള്ളതും തൻ്റെ ബലഹീനതകളെ അള്ളാഹിൻ്റെ സവിധത്തിൽ അർപ്പിക്കുക എന്നുള്ളതാണ്. അല്ലാതെ ആരാണോ തൻ്റെ മനസ്സ് ചിന്തിക്കുന്നത്, ജനങ്ങൾ മുമ്പാകെ അവൻ പറയും ഞാൻ വളരെ ബലഹീനതാണ്, എനിക്ക് കഴിവൊന്നുമില്ല, എന്നാൽ അവൻ ഈ പറയുന്നത് അവൻ കപടവിശ്വാസിയാണ്. അത് ജനങ്ങൾ മുമ്പാകെ ഇങ്ങനെ കാണിക്കാൻ വേണ്ടി പറയായിരിക്കും. അങ്ങനെയുള്ളവരുണ്ട് ചിലർ. അവർ ബാഹ്യമായിട്ട് കളവ്, അതായത് വിനയം പ്രകടിപ്പിക്കുന്ന ആൾക്കാരുണ്ട്. കാപട്യത്തോടു കൂടി ഞങ്ങൾ ബലഹീനരാണ്, പാവങ്ങളാണ് എന്നൊക്കെ പറയുന്ന ആളുകളുണ്ടാവും. പക്ഷെ അവരുടെ ഹൃദയത്തിൽ വേറൊന്നായിരിക്കും, വലിയ കഴിവുള്ള ആളാണ് എന്ന് പറയുന്ന ആയിരിക്കും അവരുടെ ഉള്ളിലുള്ളത്. അള്ളാഹിന് മുമ്പിൽ കുമ്പിടുന്നവരായിരിക്കില്ല അവരെന്ന് പറഞ്ഞാൽ അവരുടേതായിരിക്കുന്ന വ്യക്തിത്വത്തെ മുന്നിൽ കൊണ്ടുവരാൻ വേണ്ടിയാണ് ഇങ്ങനെ പറയുന്നത്. യഥാർത്ഥത്തിലുള്ള വിനയാന്വിതരാരാണ് അവർ ആവുകൊണ്ടും പറയില്ല, അതുപോലെ തന്നെ നാവ് കൊണ്ടും അതേപോലെ തന്നെ അവരുടെ പ്രവർത്തനത്തിലൂടെയും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അവരുടെ വിനയാന്വിതരാണ് എന്നുള്ളത്. എന്നാൽ അങ്ങനെ അവരുടെ അതായത് അവൻ്റെ ഒരു പ്രവൃത്തിയും തന്നെ അവൻ്റെ വിജയം തന്നെ അവൻ്റേതല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അള്ളാഹുമായിട്ടുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്രയും ഫضൽ ലഭിച്ചത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഈ ഒരു സ്ഥാനത്തെ നിങ്ങൾ കരസ്ഥമാക്കുകയാണെങ്കിൽ യഥാർത്ഥ അർത്ഥത്തിൽ നമുക്ക് നിങ്ങളിൽ നിന്നും ഏതെല്ലാം അഭിപ്രായങ്ങളാണോ വരുന്നത് ഈ ഷൂറയിൽ, അതെല്ലാം തന്നെ ഖലീഫത്തുൽ മസീഹിന് മുമ്പിൽ സമർപ്പിക്കാൻ കഴിയുന്നതായിരിക്കും. പിന്നീട് നിങ്ങൾ ഏതിന് അഭിപ്രായങ്ങൾ പറയുകയാണെങ്കിലും ഖലീഫത്തുൽ മസീഹ് ഏത് തീരുമാനമാണ് എടുക്കുന്നത്, ഷൂറ മെമ്പർ എന്നുള്ളതിൽ നിങ്ങൾ നിർബന്ധമായ കടമ എന്നുള്ളത് അതനുസരിച്ചുകൊണ്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. അത് കൃത്യമായിട്ട് ജമാഅത്തുകൾ നടപ്പിൽ വരുത്തേണ്ടതാണ്. വരും ആവേശത്തോടെ പ്രസംഗിച്ചതുകൊണ്ട് കാര്യമില്ല. ഷൂറയിൽ എപ്പോഴും തന്നെ കാണാറുള്ളത് വളരെ ആവേശത്തോടെ വഴി പ്രസംഗിക്കും, അത് ചെയ്യണം ഇത് ചെയ്യണം എന്നൊക്കെ. എന്നാൽ ഷൂറയുടെ പരിപാടി കഴിഞ്ഞാൽ പിന്നീട് അവർ ഉത്തരവാദിത്തം അവരുടെ ഷൂറയുടെ പ്രാധാന്യങ്ങളെല്ലാം തന്നെ അവർ മറന്നുപോകും. കഴിഞ്ഞ 3 വർഷത്തെ റിപ്പോർട്ടുകൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഷൂറയിൽ അവതരിപ്പിക്കുന്ന അതിൽ പലതും തന്നെ നിങ്ങൾ പൂർണ്ണമായും ചെയ്തിട്ടില്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ആ തീരുമാനങ്ങൾ പൂർണ്ണമായും നടപ്പിൽ വരുത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് മനസ്സിലാവും.
കഴിഞ്ഞ കുറേ തീരുമാനങ്ങൾ, അതേപോലെ തന്നെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ മറന്നുപോയിട്ടുണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ കഴിഞ്ഞ തീരുമാനങ്ങൾ അത് വീണ്ടും എടുത്ത് ഒന്ന് പരിശോധിക്കണം. അതെല്ലാം തന്നെ മുന്നോട്ട് മനസ്സിൽ കൊണ്ടുവരണം. എന്നിട്ട് ഈ മുഷാവറത്തിൽ നിങ്ങൾ ഏതെങ്കിലും അഭിപ്രായം പറയുന്നുണ്ടെങ്കിൽ അതെന്താണ് എന്ന് മുമ്പ് എന്തെങ്കിലും പറഞ്ഞിരുന്നു, പിന്നെ എങ്ങനെയാണ് അത് നടപ്പിലാക്കാൻ കഴിഞ്ഞില്ല, എന്തുകൊണ്ടാണ് പിന്നീട് നമ്മളിവിടെ പറയാൻ കാരണം എന്നൊക്കെ നമ്മൾ ചിന്തിക്കുക. അപ്പോൾ പിന്നീട് എങ്ങനെ നല്ല രീതിയിൽ നമുക്ക് നടപ്പിൽ വരുത്താൻ സാധിക്കുമെന്ന് നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുക. നമ്മുടെ യഥാർത്ഥ ലക്ഷ്യം എപ്പോഴും തന്നെ ഇതൊക്കെ പറയുമ്പോഴും അള്ളാഹുവിൻ്റെ പ്രീതി കരസ്ഥമാക്കുക എന്നതായിരിക്കേണ്ടതാണ്. അപ്പോഴാണ് യഥാർത്ഥ അർത്ഥത്തിൽ യഥാർത്ഥ ഒരു വിശ്വാസിയായി നിങ്ങൾ മാറുക. യഥാർത്ഥ വിശ്വാസിയായി തീരലപ്പോഴായിരിക്കും നിങ്ങൾ എല്ലാ പ്രവൃത്തിയും അള്ളാഹുവിൻ്റെ അനുഗ്രഹം കരസ്ഥമാക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യുമ്പോൾ. ചിലർ പറയാറുണ്ട്, ചില കംപ്ലൈൻറ്റ് പറയാറുണ്ട്, നമ്മുടേതായിരിക്കുന്ന നമ്മൾക്ക് വസായിൽ ഞങ്ങളുടേതായിരിക്കുന്ന സാഹചര്യങ്ങൾ നമുക്ക് സാമ്പത്തികമായിട്ട് അത്ര ഇതില്ല എന്ന് പറയാറുണ്ട്. ഇത് തവക്കുലിൻ്റെ കുറവാണ്. ഇതൊക്കെ തന്നെ വെറും വഴി പറഞ്ഞ് രക്ഷപ്പെടലാണ്. നമ്മളുടെ ലക്ഷ്യങ്ങളെ ഒന്ന് മുന്നോട്ട് ശക്തമാക്കണം, വളരെ ഉന്നതമാക്കണം, അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്യണം. അങ്ങനെ പിന്നീട് അത് അനുസരിച്ചുകൊണ്ട് ഞാൻ ചെയ്യും എന്നുള്ള ദൃഢപ്രതിജ്ഞ ഉണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ ദുആ, ഇബാദത്തിലൂടെ അല്ലാഹുവിൻ്റെ സഹായം തേടിക്കൊണ്ടേയിരിക്കുക. തങ്ങളുടേതായ എല്ലാ കഴിവുകളും പൂർണ്ണതയിലേക്ക് എത്തിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുകയും ചെയ്യുക. അങ്ങനെയാവുമ്പോൾ തീർച്ചയായും എല്ലാ ഭാരവാഹികൾക്കും അവർക്ക് കഴിവുണ്ടാവും. അവരുടേതായിരിക്കുന്ന ആ മണ്ഡലങ്ങളിൽ അവർക്ക് പ്രവർത്തിക്കാനും അവരുടേതായിരിക്കും ശോഭയിൽ പ്രവർത്തിക്കാൻ വേണ്ടി നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ അവർക്ക് സാധിക്കുന്നതാണ്. ഈ ഒരു ആത്മാവത്തതയോടുകൂടി, ഈ നിയത്തോടു കൂടി നിങ്ങൾ പ്രവർത്തിക്കുകയാണെങ്കിൽ യഥാർത്ഥ സുൽത്താൻ നസീറായി ഖലീഫയുടെ യഥാർത്ഥ സഹായികളായി നിങ്ങൾ മാറുന്നതാണ്. വാക്കുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടൊന്നും കാര്യമില്ല. അതായത് നമ്മൾ പ്രതിജ്ഞ ചെയ്തുകൊണ്ടും കാര്യമില്ല. അതായത് ഞാൻ സുൽത്താൻ നസീറാണ് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടൊന്നും കാര്യമില്ല. അള്ളാഹു യഥാർത്ഥ ഖിലാഫത്തിൻ്റെ യഥാർത്ഥ സായിയാണെന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. തൻ്റേതായിരിക്കുന്ന ആഗ്രഹങ്ങളെ വെടിഞ്ഞുകൊണ്ട് അള്ളാഹുവിൻ്റെ പ്രീതിയെ മുൻനിർത്തിക്കൊണ്ട് വളരെ ആവേശത്തോടു കൂടി ആത്മാർത്ഥതയോടുകൂടി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിങ്ങൾ ത്യാഗം ചെയ്യുമ്പോൾ, അതിനുവേണ്ടി നിങ്ങൾ തങ്ങളെ സമർപ്പിക്കുമ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് ഫലം ലഭിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ വരും തലമുറയെ നിങ്ങളതിനു വേണ്ടി തർബീയത്ത് ചെയ്യുകയാണെങ്കിൽ, നിങ്ങളുടെ കീഴിലുള്ളവരോട് സ്നേഹത്തോടും കാരുണ്യത്തോടും നിങ്ങൾ വർത്തിക്കുകയും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും ലക്ഷ്യം കരസ്ഥമാക്കാൻ നിങ്ങൾ സാധിക്കുന്നതാണ്. കഠിനാധ്വാനത്തോടുകൂടി, പ്രയത്നത്തോടുകൂടി, ദുആയോടുകൂടി എല്ലാ ത്യാഗങ്ങളും നിങ്ങൾ ചെയ്യുമ്പോൾ ഈ ഒരു ആത്മാവ് വരും തലമുറയിലേക്ക് നിങ്ങൾക്ക് പരിവർത്തിക്കുകയാണെങ്കിൽ, അവർക്ക് നൽകുകയാണെങ്കിൽ, ഈ രീതിയിൽ നിങ്ങൾ സേവനം ചെയ്യുമ്പോൾ, നിങ്ങൾ ദീനിനു വേണ്ടി സേവനം ചെയ്യുമ്പോൾ, നിങ്ങൾ യഥാർത്ഥത്തിൽ ഷൂറയിൽ എടുക്കുന്ന തീരുമാനങ്ങളെ യഥാർത്ഥത്തിൽ പ്രാവർത്തികമാക്കുന്നവരിൽ നിങ്ങൾ ഉൾപ്പെടുന്നതായിത്തീരുന്നതാണ്. അവസാനമായി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഷൂറ നടക്കുമ്പോൾ ഷൂറയിൽ ആ അഭിമാനത്തെ, അന്തസ്സിനെ നിങ്ങൾ നിലനിർത്തേണ്ടതാണ്. എന്തൊരു അന്തസ്സാണ് ഷൂറയുടെ അന്തസ്, എന്താണ് സ്റ്റാൻഡേർഡ് എന്താണ് മനസ്സിലാക്കണം. അനാവശ്യമായിരിക്കുന്ന ചർച്ചകളിൽ നിങ്ങൾ പോകരുത്. ആദ്യം നിങ്ങൾ ചിന്തിക്കുക, നിങ്ങൾക്ക് പറയേണ്ട, ഒരു അഭിപ്രായം പറയാൻ പോകുന്നത് വേണോ വേണ്ടതെന്ന് ആദ്യം ചിന്തിക്കണം. മറ്റൊരാൾ ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആദ്യമേ തന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലുള്ളത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് നിങ്ങളത് പോയി രണ്ടാവട്ടം എൻ്റെ പേര് വരുന്നുണ്ടല്ലോ പറയണം എന്ന് കരുതരുത്. അതിൻ്റെ ആവശ്യമില്ല. അതുപോലെ കൊണ്ട് നിങ്ങളുടേതായിരിക്കുന്ന ഞാൻ എന്ന ഭാവത്തെ ഇല്ലാതാക്കി പൂർണ്ണമായും അതിൽ ഈ ഷൂറയിൽ നിങ്ങൾ ശരിയായ രീതിയിൽ പങ്കെടുക്കുക. അള്ളാഹുവിനോടുള്ള ഭയം, അള്ളാഹുവിൻ്റെ ആ ഖശിയത്ത് നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം. അതോടുകൂടിയായിരിക്കണം, അത് മുന്നിൽ വെച്ചുകൊണ്ട് നിങ്ങൾ മശ്വറ നൽകേണ്ടതാണ്. ഏതൊരു തീരുമാനമാണോ നിങ്ങൾ അവസാനമായിട്ട് എടുക്കുന്നത്, നിങ്ങൾ ഏതൊരു അഭിപ്രായമാണോ നിങ്ങൾ പറയുന്നത്, അള്ളാഹുവിനെ ഭയം മുന്നിൽ വെച്ചുകൊണ്ട്, അള്ളാഹുവിനുള്ള സ്നേഹം മുന്നിൽ വെച്ചുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും അഭിപ്രായം പറയുക. അപ്പോഴാണ് നിങ്ങൾ ഷൂറയുടെ ആ വക്കാറിനെ, ഷൂറയുടേതായിരിക്കും സ്റ്റാൻഡേർഡ് നിലനിർത്താൻ, അതിൻ്റെ ഇസ്സത്തിന് നിർത്താൻ നിങ്ങൾക്ക് സാധിക്കുകയുള്ളൂ.
അതല്ലാതെ വെറും ഭൗതികമായിരിക്കുന്ന പ്രസംഗങ്ങൾ അടിച്ചു വിടുകയോ അതല്ലെങ്കിൽ ഭൗതികമായിരിക്കുന്ന തൻ്റെ അഭിപ്രായത്തിൻ്റെ ആ കാര്യങ്ങൾ അടിച്ചേൽപ്പിക്കുകയോ ചെയ്യുക എന്നുള്ളത് ഭൗതികയാണതയാണ് എന്ന് മനസ്സിലാക്കുക. ആത്മീയത ഉണ്ടാവില്ല ഇതിൽ. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ഭയത്തെ ഹൃദയത്തിൽ മുൻനിർത്തിക്കൊണ്ട് നിങ്ങൾ ഓരോ അഭിപ്രായങ്ങളും പറയുക. വെറും വാചക കസർത്തുകൾ അതല്ലെങ്കിൽ മാന്യമായ രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് ജനങ്ങളെ സ്വാധീനം ചെലുത്തുക എന്നുള്ളത് കൊണ്ട് ഭൗതികമായോ ആത്മീയമായോ ഒരു നേട്ടം നിങ്ങൾക്ക് ഉണ്ടാകുകയില്ല. നമ്മളുടെ യഥാർത്ഥ വിജയം എന്നുള്ളത് നമുക്ക് ആത്മീയമായ വിജയം ലഭിക്കുന്നത് റബ്ബുനല്ല എന്ന് നമ്മൾ ഏറ്റു പറയുമ്പോഴാണ്. എൻ്റെ റബ്ബ് അള്ളാണ് എന്ന് ഏറ്റു പറയണം, അള്ളാഹു ആണ് എന്ന് ഏറ്റു പറയണം. ഈ ഒരു ആത്മാവ് നമ്മുടെ ഹൃദയത്തിൽ റബ്ബന ഇന്നന സമഈന മുനാദിയ യുനാദി ലിൽ ഈമാനി അൻ ആമിനു ബിറബ്ബിക്കും ഫആമന്ന, ഞങ്ങളുടെ നാഥ, ഞങ്ങളൊരു വിളിയാളൻ്റെ നിന്നിലേക്ക് വിളിക്കുന്നൊരു വിളിയാളൻ്റെ വിളി കേൾക്കുകയുണ്ടായി. അങ്ങനെ നീ ഇതാ നിന്നെ റബ്ബിലേക്ക് വിളിക്കുന്നു എന്നുള്ള വിളിയാളൻ്റെ വിളി കേട്ടു. അതുകൊണ്ട് ഞങ്ങളിതാ റബ്ബെ നിന്നിൽ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേരേണ്ടതാണ്. അപ്പോൾ അങ്ങനെയുള്ളവരുടെ പ്രവർത്തനം, അങ്ങനെയുള്ള ആളുകൾ പ്രവർത്തനത്തിൽ അവർ തീർച്ചയായിട്ടും അള്ളാഹുവിനെയാണ് മുന്നിൽ വെക്കുക, അതല്ലാതെ അവർ ഭൗതികമായിരിക്കുന്ന ഇച്ഛകളെ മുന്നിൽ വെക്കുകയില്ല. അപ്പോൾ നമ്മുടെ ലക്ഷ്യം എപ്പോഴും തന്നെ റബ്ബുനല്ല എന്നായിരിക്കണം, അള്ളാഹു നമ്മുടെ റബ്ബാണ് എന്നുള്ളത്. ഈ കാര്യങ്ങൾ ഇത് നമ്മളിൽ നിന്നും ഈ നമ്മളെ ഭൗതികത മറ്റുള്ള ഈ അഭിപ്രായങ്ങളിൽ നിന്നും നമ്മളെ വേർതിരിക്കുന്നത് അള്ളാഹുവിൻ്റെ അള്ളാഹുവിലേക്ക് വിളിക്കുന്നവൻ്റെ ശബ്ദം നമ്മൾ കേട്ടു എന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ ആ വിളിയാളൻ്റെ പ്രവർത്തനത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി നമ്മൾ ഈ ജമാഅത്തിൽ പ്രവേശിക്കുകയും ചെയ്തു. അതാണ് നമ്മളും മറ്റുള്ളവരും തമ്മിലുള്ള വ്യത്യാസം. അത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് എപ്പോഴും. ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ സ്വീകരിച്ചതിന് ശേഷം നമ്മളിൽ ഉള്ള നിർബന്ധ കടമ എന്നുള്ളത് സ്ഥിരമായിട്ട് നിരന്തരമായി നമ്മുടെ അള്ളാഹുമായിട്ടുള്ള ആ സ്നേഹബന്ധത്തെ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. അള്ളാഹുവിൻ്റെ ഖൗഫിനെ, അള്ളാഹുവിൻ്റെ ഭയത്തെ നമ്മൾ വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ഹദ്റത്ത് മുസ്ലിം മൗദ് തൻ്റെ ഈ ആഗ്രഹം പ്രകടിപ്പിക്കുകയുണ്ടായി. അള്ളാഹു എപ്പോഴും തന്നെ അള്ളാഹുവിൻ്റെ ആ ഭയം നമ്മുടെ ഓരോ പ്രവൃത്തിയിലും നമ്മുടെ ചിന്തകളിലും നമ്മുടെ അഭിപ്രായം പ്രകടിപ്പിക്കുന്നതിലും ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ നാവുകൾ അള്ളാഹുവിൻ്റെ ഭയത്താൽ ചലിക്കട്ടെ. നമ്മുടെ ചിന്തകളിൽ അള്ളാഹുവിൻ്റെ ഭയം തഖ്വ ഉണ്ടാകുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ ഓരോ അഭിപ്രായത്തിലും അള്ളാഹുവിൻ്റെ ഭയം മുന്നിൽ വയ്ക്കട്ടെ എന്ന് ഖലീഫത്തുൽ മസീഹ് സാനി ഇങ്ങനെ ദുആ ചെയ്യുകയുണ്ടായി. അള്ളാഹുവിൻ്റെ നമ്മുടെ ഹൃദയങ്ങളിൽ അള്ളാഹുവിനോടുള്ള ഭയം നിലനിൽക്കുമാറാകട്ടെ. എപ്പോഴും തഖ്വയിൽ അടിയുറച്ച് നിൽക്കട്ടെ നമ്മുടെ ഹൃദയം. അതിൽ വിറകൊള്ളട്ടെ. അപ്പോഴാണ് നമുക്ക് വിജയത്തിൻ്റെ താക്കോൽ നമുക്ക് ലഭിക്കുക. ഷൂറയിൽ പങ്കെടുത്ത എല്ലാ മെമ്പർമാർക്കും എല്ലാവരും അവരുടേതായിരിക്കുന്ന വ്യക്തിത്വങ്ങളെ ഇല്ലാതാക്കിക്കൊണ്ട് അഹങ്കാരങ്ങളെ മാറ്റിവെച്ചുകൊണ്ട്, തൻ്റെ അഹന്തകളെ മാറ്റിവെച്ചുകൊണ്ട്, തൻ്റെ അഹംമിനെ മാറ്റിവെച്ചുകൊണ്ട്, ഈഗോയെ മാറ്റിവെച്ചുകൊണ്ട് നിങ്ങളുടെ നിങ്ങൾ നാവിൽ നിന്ന് ഓരോ വാക്കും നിങ്ങൾ പറയുന്ന ഓരോ അഭിപ്രായങ്ങളും പൂർണ്ണമായും അള്ളാഹുവിൻ്റെ സ്നേഹത്തിൽ പൂർണ്ണമായും അലിഞ്ഞു ചോർന്നുകൊണ്ടായിരിക്കട്ടെ. അഹ്മദിയത്തിൻ്റെ ഈ പ്രവർത്തനത്തെ സഹായിക്കുന്നവരായി നമ്മൾ മാറട്ടെ എന്നുള്ള ആ ചിന്തയോടുകൂടിയായിരിക്കട്ടെ. അങ്ങനെ അപ്പോൾ നിങ്ങൾ തീർച്ചയായും ഒരു ആത്മീയമായിരിക്കുന്ന വിപ്ലവം കൊണ്ടുവരുന്നവരായി നിങ്ങൾക്ക് വരുന്നതാണ്. നിങ്ങളുടെ ചിന്തകൾ വിപ്ലവം കൊണ്ടുവരുന്നതായി തീരും. അതിനുവേണ്ടിയാണ് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹു അയച്ചിരിക്കുന്നതും അതിനുവേണ്ടിയാണ് നിങ്ങൾ മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ വിശ്വസിച്ചിരിക്കുന്നത്. ഓർക്കുക, ജമാഅത്തിൽ നിങ്ങളിൽ വലിയ ഒരു അമാനത്താണ് നിങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്നത്. ആ അമാനത്തിൽ നിങ്ങൾ ആ സൂക്ഷിപ്പ് മുതലിൻ്റെ വാല്യൂ നിങ്ങൾ മനസ്സിലാക്കുക, അതിൻ്റെ വില നിങ്ങൾ മനസ്സിലാക്കുക. അത് നിങ്ങളുടെ വിജയത്തിലേക്ക് കൊണ്ടുപോകുന്നതാണ്. അള്ളാഹുവിൻ്റെ ഫضലോടുകൂടി നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ തൗഫീഖ് അള്ളാഹു നൽകുമാറാകട്ടെ. അങ്ങനെ ചെയ്യുന്നവരായി നിങ്ങൾ മാറട്ടെ. ഷൂറയുടെ യഥാർത്ഥ ലക്ഷ്യം കരസ്ഥമാക്കുന്നതിന് നിങ്ങൾ മാറട്ടെ. ആമീൻ. ഹുസൂർ പറയുന്നു, ചില
പാകിസ്ഥാനിലും അവിടെ തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട്, ഇന്ത്യയിലും തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട്. ഉറുദു അറിയുന്ന സ്ഥലങ്ങളാണ്. ഞാൻ ചുരുക്കി പറയണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഞാൻ ഏതായിരുന്നാലും ഉറുദുവിൽ പറയാൻ പോവുകയാണ്. ഇവിടെ ഇരിക്കുന്നവർക്കും ശരിക്കും കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി ഞാൻ പറയാം. അള്ളാഹു ഷൂറയുടെ ലക്ഷ്യങ്ങൾ പൂർത്തിയാക്കുന്നവരെ ഞങ്ങൾ മാറട്ടെ. നീതിയുടെയും തെക്കുടെയും ആഗ്രഹങ്ങൾ നിലനാട്ടുന്നവരെ നിങ്ങൾ മാറട്ടെ. ഈ ഷൂറയിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നതാണ്. നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത് യഥാർത്ഥ അർത്ഥത്തിൽ ആ ഭാരവാഹിത്വം വഹിക്കാൻ കഴിവുള്ളവരായിരിക്കണം. എന്തെങ്കിലും വ്യക്തിപരമായിരിക്കുന്ന താല്പര്യമായിരിക്കരുത് നിങ്ങൾ മുന്നിൽ വെക്കേണ്ടത്. എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഓരോ പ്രവർത്തനത്തിൻ്റെയും അടിസ്ഥാനം തക്വയിലായിരിക്കേണ്ടതാണ്. അതുണ്ടായിക്കഴിഞ്ഞാൽ അപ്പമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ തക്വയോടുകൂടി. അതല്ലെങ്കിൽ നമ്മുടെ ലക്ഷ്യം കരസ്ഥമാക്കാൻ സാധിക്കില്ല. മുസ്ലിം അത് ഷൂറയെ ഇവിടെ സ്ഥാപിച്ചത് പല രീതിയിലുള്ള ഉപദേശങ്ങൾ നൽകുകയുണ്ടായി. അതിൻ്റെ യഥാർത്ഥ ലക്ഷ്യം അത് ഇവിടെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അത് നിങ്ങൾ വായിക്കേണ്ടത്, ഉറുദു വായിക്കാൻ അറിയുന്നവരത് വായിക്കേണ്ടതാണ്. ഇതിനെ മുമ്പിൽ വെച്ചുകൊണ്ട് ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പായി വെക്കുന്നതാണ്. ഷൂറയുടെ ആളുകൾ ഏതൊരു ലക്ഷ്യമാണ് അവർക്ക് മുന്നിൽ വെക്കേണ്ടത്? ദൈവപ്രീതിയാണ്, അള്ളാഹുവിൻ്റെ പ്രീതിയാണ് മുമ്പിൽ വെക്കേണ്ടത്. ഈ ലക്ഷ്യം നിങ്ങൾ മുമ്പിൽ വെക്കുകയാണെങ്കിൽ അപ്പോഴായിരിക്കും നമ്മൾ വിജയം കരസ്ഥമാക്കുന്നവരായി തീരുക. അപ്പോഴായിരിക്കും നമ്മൾ യഥാർത്ഥ വിശ്വാസത്തോടുകൂടി നമ്മുടെ വിശ്വസ്തയോടുകൂടി നമ്മുടെ അഭിപ്രായങ്ങൾ നമുക്ക് രേഖപ്പെടുത്താൻ സാധിക്കുക. നമ്മൾ അഭിപ്രായങ്ങൾ പറയുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ആളുടെ പേരുകൾ നിർദ്ദേശിക്കുമ്പോൾ നമ്മൾ കുടുംബക്കാരെയും നമ്മുടെ ബന്ധുക്കളെയും നമ്മളെ കൂട്ടുകാരും അല്ല മുമ്പിൽ വെക്കേണ്ടത്. അതെ, അവർക്ക് നമ്മൾ പേര് പറയുകയല്ല വേണ്ടത്. മറിച്ച് നമ്മൾ തിരഞ്ഞെടുപ്പൊക്കെ വരുമ്പോൾ അള്ളാഹുവിൻ്റെ പ്രീതി മുന്നിൽ വെച്ചുകൊണ്ടായിരിക്കണം. പലപ്പോഴും തന്നെ നമ്മളിൽ പലരും ഈ കാര്യങ്ങൾ ആമോദിയെ സ്വീകരിക്കാൻ വേണ്ടി പല ത്യാഗങ്ങളും ചെയ്തവരാണ് നമ്മൾ. അള്ളാഹിൻ്റെ പ്രീതി കരസ്ഥമാക്കാനല്ലേ നമ്മളതൊക്കെ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഇതെല്ലാമായിട്ടും നമ്മൾ പല രീതിയിലും അള്ളാഹുവിൻ്റെ പ്രീതി കരസ്ഥമാക്കാൻ വേണ്ടി നമ്മൾ ത്യാഗം ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളങ്ങനെ നമ്മുടെ അശ്രദ്ധ കൊണ്ട് അള്ളാഹുവിൻ്റെ പ്രീതി കരസ്ഥമാക്കുന്നതിൽ നിന്ന് വിട്ടു പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ അള്ളാഹുവിനെ പ്രീതിപ്പെടുത്താൻ നമുക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് രണ്ട് ഭാഗത്ത് നമ്മൾ നഷ്ടപ്പെട്ടവരായി തീരും. നമ്മളെക്കാളും ദൗർഭാഗ്യരായിരിക്കുന്ന ഭൂമിയിൽ ആരും തന്നെ ഉണ്ടായിരിക്കില്ല. അതുകൊണ്ട് നമ്മളെപ്പോഴും തന്നെ മനസ്സിലാക്കേണ്ടത് എല്ലാ പ്രവൃത്തിയിലും അള്ളാഹുവിൻ്റെ പ്രീതിയാണ് ഇപ്പോൾ എല്ലാ പ്രവർത്തനത്തിലും മുന്നോട്ട് വെക്കേണ്ടത്. പ്രീതി എല്ലാവരും ഇഷ്ടം നോക്കണം. നമ്മളെ വ്യക്തിത്വത്തെ ഇല്ലാതാക്കി തീർക്കേണ്ടതാണ്. ഈ ഷൂറായിലെ മെമ്പർമാർ എപ്പോഴും തന്നെ മുമ്പിൽ വെക്കുകയാണെങ്കിൽ, ഓരോ ഭാരവാഹികളും മുമ്പിൽ വെക്കുകയാണെങ്കിൽ നമ്മുടെ ജമാഅത്തിൽ ഒരു വലിയ സംവിധാനം, ശക്തമായിരിക്കുന്ന ഒരു സംവിധാനം ഉണ്ടായിത്തീരുന്നതാണ്. അതിന് മറ്റെവിടെയും നമുക്ക് അതിൻ്റെ ഉദാഹരണം കാണാൻ സാധിക്കില്ല. മുസ്ലിം അവർക്ക് പറയുകയുണ്ടായി, അള്ളാഹുവിനെ കിട്ടുക എന്നുള്ളത് ചെറിയൊരു നിസ്സാര കാര്യമൊന്നുമല്ല. അതുകൊണ്ട് ഈ ത്യാഗങ്ങൾ വേണമെങ്കിൽ ആ ത്യാഗങ്ങൾ മറ്റൊരു ത്യാഗത്തിനും അതിൻ്റെതായ ഉദാഹരണം കാണാൻ സാധിക്കില്ല. ലോകത്ത് വലിയ ത്യാഗങ്ങളൊക്കെ ചെയ്യാറുണ്ട്, വലിയ വലിയ ത്യാഗങ്ങളൊക്കെ ചെയ്യപ്പെടാറുണ്ട് ലോകത്തും. അത് വിശദീകരിച്ച് അത് കേൾക്കും, അതിൻ്റെ അഭിപ്രായങ്ങൾ, അതിൻ്റേതായിരിക്കുന്ന ത്യാഗത്തിൻ്റേതായിരിക്കുന്ന ഇതെല്ലാം കേൾക്കുമ്പോൾ നമ്മൾക്കെല്ലാം വിറകൊള്ളു. അത്രയും വലിയ ത്യാഗങ്ങളായിരിക്കും നമ്മൾ അതൊക്കെ കേൾക്കുന്നത്. ആ ത്യാഗങ്ങളൊക്കെ അവർ ചെയ്യുന്നത് അവരുടേതായിരിക്കുന്ന വ്യക്തിത്വത്തെ മുന്നിൽ കൊണ്ടുവരാനും അവർക്ക് ഭൗതികമായിരിക്കുന്ന നേട്ടങ്ങൾ കരസ്ഥമാക്കാൻ വേണ്ടിയായിരിക്കും നമുക്ക് മനസ്സിലാക്കുന്നതാണ്. എത്ര വലിയ ത്യാഗങ്ങൾ അതാണെങ്കിലും തരും. അതുകൊണ്ട് നമുക്ക് നേട്ടങ്ങളൊന്നുമില്ല. നമ്മളെ ലക്ഷ്യം അള്ളാഹിനെ കിട്ടണം എന്നുള്ളതാണ്. നമ്മൾ പക്ഷേ ആ ത്യാഗം ചെയ്യുന്നത് എൻ്റെ വ്യക്തിത്വത്തെ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടിയാണ്. അങ്ങനെ ആകുമ്പോൾ അള്ളാഹിനെ കിട്ടുകയില്ല. അപ്പോൾ അള്ളാഹുവിൻ്റെ മുന്നിൽ അള്ളാഹിൻ്റെ പ്രീതി കരസ്ഥമാക്കുക എന്നുള്ളതായിരിക്കും നമ്മൾ മുമ്പിൽ വെക്കേണ്ടത്. ലോകം ചെയ്യാത്ത ത്യാഗമാണ് നമ്മൾ ചെയ്യേണ്ടത്. ലോകം ചെയ്യുന്ന ത്യാഗങ്ങൾ എന്നുള്ളത് അത് നമുക്കൊരു ഗുണം ചെയ്യുന്നതല്ല. ഏതൊരു ലക്ഷ്യത്തിന് വേണ്ടിയാണ് നമ്മൾ നിൽക്കുന്നത് അത് നമുക്ക് കരസ്ഥമാക്കാൻ സാധിക്കില്ല. അങ്ങനെ ലോകത്ത് എന്തെങ്കിലും ചെയ്തുകൊണ്ട് ജീവൻ നൽകിക്കൊണ്ട് ഇവിടെ അള്ളാഹിനെ കിട്ടണമെങ്കിൽ എത്രയോ ആൾക്കാരല്ലേ ജീവൻ നൽകുന്നത്. അപ്പോൾ അങ്ങനെ കിട്ടാത്ത എത്ര ആളുകളുണ്ട്. ധനം കൊണ്ട് മാത്രമാണ് അള്ളാഹിനെ കിട്ടുമെങ്കിൽ ആ ധനം നൽകി എത്രയോ ആളുകളില്ലേ, അവർക്ക് അള്ളാഹിനെ കിട്ടുന്നുണ്ടോ? ഇനി അതിൻ്റെ അഭിമാനത്തെ ത്യാഗം ചെയ്തുകൊണ്ടാണ് അള്ളാഹിനെ കിട്ടുന്നതെങ്കിൽ അങ്ങനെ ത്യാഗം ചെയ്ത് എത്ര ആൾക്കാരുണ്ട്, അവർക്ക് അള്ളാഹിനെ കിട്ടുന്നില്ലല്ലോ. നമ്മളെ സമ്പത്താണ്,
നമ്മൾ ത്യാഗം ചെയ്തിട്ട് അള്ളാഹിന് കിട്ടുമെന്ന് മാത്രമാണെങ്കിലും അങ്ങനെ എത്രയോ പേര് ഉണ്ട് ഇങ്ങനെ ഇതെല്ലാം തന്നെ ചെയ്യുന്നത്. അവർക്ക് ദൈവത്തിൽ നിന്നും ദൈവത്തെ കിട്ടുന്നുണ്ടോ, അല്ലെങ്കിൽ ദൈവത്തിൽ നിന്നും അടുത്തവരാണോ? അതുകൊണ്ട് തൻ്റെ സമയമോ അല്ലെങ്കിൽ തൻ്റെ വ്യക്തിപരമായ എന്തെങ്കിലും ത്യാഗം ചെയ്തുകൊണ്ട് മാത്രം അത് അള്ളാഹിന് കിട്ടണമെന്നില്ല. അത് കാരണം അത് മാത്രം അതൊക്കെ താൽക്കാലികമായ ത്യാഗങ്ങളാണ്. അള്ളാഹുവിൻ്റെ പ്രീതി ആയിരുന്നില്ല അവിടെ മുമ്പിൽ വെച്ചിരുന്നത്. അതുകൊണ്ട് എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടത്, നിങ്ങൾ ജമാഅത്തിന് വേണ്ടി ചെയ്യുന്ന ഓരോ ത്യാഗങ്ങളും, നിങ്ങൾ ഓരോ ആരാധനയും നിങ്ങൾ ചെയ്യുന്നത്, നിങ്ങൾ ഏതെല്ലാം പ്രവൃത്തി ചെയ്യുന്നത് അള്ളാഹുവിൻ്റെ പ്രീതി കരസ്ഥമാക്കാനാണ് നിങ്ങൾ ചെയ്യുന്നത് എന്ന് ചിന്തിക്കുക. അതാണ് ചിന്തിക്കേണ്ടത്. ഏതൊരു ഭാരവാഹികൾ അല്ലെങ്കിൽ പ്രതിനിധികൾ ഇവിടെ അഭിപ്രായങ്ങൾ അവരോട് പറയും, അതല്ലെങ്കിൽ ഭാരവാഹികൾ വർഷങ്ങളോളം അവർ ജമാഅത്തിന് വേണ്ടി സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നവരുണ്ട്. അവരെപ്പോഴും തന്നെ ചിന്തിക്കേണ്ട ഒരു കാര്യം, അവർ അള്ളാഹുവിൻ്റെ പ്രീതി കരസ്ഥമാക്കാൻ വേണ്ടിയാണ് ഈ സേവനമൊക്കെ ചെയ്യുന്നത്. അതല്ലെങ്കിൽ സ്ഥാനം കിട്ടി, ഇനി ജമാഅത്ത് വലിയ ഒരു സ്ഥാനമാനമായി വരുമ്പോൾ ആൾക്കാരൊക്കെ ഞാൻ സെക്രട്ടറി ഇത് എന്ന് പറയുന്നതിന് വേണ്ടിയാണോ? അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ സ്ഥാനത്തിനോ നിങ്ങൾക്ക് കിട്ടിയ സ്ഥാനത്തിനൊരു വിലയുമില്ല, നിങ്ങളുടെ പ്രാതിനിധ്യത്തിന് ഒരു സ്ഥാനവുമില്ല. യഥാർത്ഥത് എന്ന് പറഞ്ഞാലും അത് നിങ്ങളുടെ ഓരോ ത്യാഗങ്ങളും നമ്മുടെ അഭിമാനമോ നമ്മുടെ സ്വത്തോ സമ്പത്തോ ഒന്നുമല്ല. അത് എല്ലാം തന്നെ യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ അതിൽ മനുഷ്യൻ്റെ ഞാൻ എന്നുള്ളതാണ്. ആ ഞാൻ എന്നുള്ളതാണ്, അതാണ് ഏറ്റവും വലിയ ത്യാഗം ചെയ്യേണ്ടത്. സ്വത്തും സമ്പത്തും നമ്മുടെ നാടും വീടും തൻ്റെ അറിവും തൻ്റെ സമയവും തൻ്റെ സർവ്വതും അവന് ത്യാഗം ചെയ്യാൻ തയ്യാറാണ്, തൻ്റെ അസ്തിത്വത്തെ നിർത്താൻ വേണ്ടി. എന്നാൽ ഞാൻ അപകടത്തിലാണ് എന്ന് കാണുമ്പോൾ അവൻ എല്ലാം ത്യാഗം ചെയ്യാറും. സമൂഹത്തിന് വേണ്ടി, നാടിന് വേണ്ടി, അഭിമാനത്തിന് വേണ്ടി, തൻ്റെ നാടിന് വേണ്ടി, സമ്പത്തിന് വേണ്ടി ത്യാഗം ചെയ്യുന്നവരുണ്ട്, എത്രയോ ഉണ്ട്. അവർക്ക് നാടിന് വേണ്ടി ത്യാഗം ചെയ്യുന്നവരുണ്ട്. അവരൊക്കെ തന്നെ ഏതൊരു കാര്യത്തിന് വേണ്ടി അവർ ത്യാഗം ചെയ്യുന്നത് അത് അവരുടെ എന്നുള്ള, അത് അവൻ്റെ ഞാൻ എന്നുള്ള നിലനിർത്തുന്നതിന് വേണ്ടിയാണ്, അല്ലെങ്കിൽ അവൻ്റെ അഹമ്മിനെ നിലനിർത്തുന്നതിന് വേണ്ടിയാണ്. അതിനുവേണ്ടി അവർ ത്യാഗം ചെയ്യുന്നത്. അള്ളാഹു പറയുന്നതോ, എൻ്റെ പ്രീതിക്ക് വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? നിങ്ങളുടെ ഇഷ്ടത്തിനുള്ള ത്യാഗങ്ങളല്ല ചെയ്യേണ്ടത്. അള്ളാഹുവിനെ പ്രീതി വരുത്താൻ വേണ്ടി നിങ്ങൾ സമ്പത്തിൻ്റെയും അറിവിൻ്റെയും സമയത്തിൻ്റെയും അഭിമാനത്തിൻ്റെയും അല്ല ത്യാഗം ചെയ്യേണ്ടത്. നിങ്ങളുടെ അതായത് നിങ്ങളുടെ അനയെ, നിങ്ങളുടേതായിരിക്കുന്ന ആ അഹന്തയെ, ഞാൻ എന്നുള്ളതിനെയാണ് നിങ്ങൾ ത്യാഗം ചെയ്യേണ്ടത്. അതിന് നമ്മൾ മായ്ക്കാത്തിടത്തോളം കാലം അള്ളാഹു അതിനെ സ്വീകരിക്കുകയില്ല എന്നാണ് അള്ളാഹ് പറയുന്നത്. കാരണം അവൻ മുശ്രിക്കായി തീരുന്നതാണ്. യഥാർത്ഥത്തിൽ അവൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന വ്യക്തി യഥാർത്ഥത്തിൽ മറ്റൊരു അസ്തിത്വം, അള്ളാഹുവിന് തുല്യമായ മറ്റൊരു അസ്തിത്വം, ഞാൻ എന്നുള്ള അസ്തിത്വത്തെ അവൻ നിലനിർത്തുന്നു. ഞാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് അംഗീകരിക്കുന്നതോടൊപ്പം തന്നെ അവൻ അതിനെ നിഷേധിക്കുന്നു. കാരണം എന്താണ്? ജ്ഞാനം ഉണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാൻ അവന് കഴിയുകയില്ല. അള്ളാഹു ഏതെങ്കിലും കാര്യത്തെ സംബന്ധിച്ച് ത്യാഗം ചെയ്യാൻ പറയുമ്പോൾ യഥാർത്ഥത്തിൽ നിങ്ങളുടേതായിരിക്കുന്ന അഹന്തയാണ് ഇല്ലാതായിത്തീരുക. അതായത് നിൻ്റെ ഇഷ്ടമാവാൻ പാടില്ല, അള്ളാഹുവിൻ്റെ ഇഷ്ടമായിരിക്കണം. അതാണ് അള്ളാഹു പറയുന്നത്. ഞാൻ മാത്രമായിരിക്കണം, എന്നോടൊപ്പം ഒന്നിനെയും പങ്കു ചേർക്കാൻ പാടില്ല. നീ എന്നുള്ളത് ഇല്ലാതാക്കി തീരണം. അതായത് ഞാൻ എന്നുള്ള അഹന്ത ഇല്ലാതായിത്തീരണം. തൻ്റെ നഫ്സിനെ പൂർണ്ണമായി ഇല്ലാതാക്കി തീർക്കേണ്ടതായി വരും. ഒരു ഉദാഹരണം ഖലീഫത്ത് മുസ്താനി പറയുകയുണ്ടായി. ഒരു യുദ്ധാവസരത്തിൽ ഒരു വ്യക്തി ഉണ്ടായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്ത് യുദ്ധം ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. വളരെ ശക്തമായി പോരാടിക്കൊണ്ടിരുന്ന വ്യക്തിയായിരുന്നു ആ വ്യക്തി. ജനങ്ങളൊക്കെ തന്നെ വളരെ നല്ല പോരാളി എന്നൊക്കെ പറഞ്ഞിരുന്നു. റസൂലുള്ളാഹി അദ്ദേഹത്തെ കണ്ടു പറഞ്ഞ്, ഇവൻ നരകത്തിൽ പോകുമെന്ന് പറയുകയുണ്ടായി. ഇത് ഇസ്ലാമിന് വേണ്ടിയാണ് അദ്ദേഹം പോരാടിയിരുന്നത്. അപ്പോൾ റസൂൽ പറഞ്ഞവൻ നരകത്തിൽ പോകുമെന്ന് പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ സഹാബകൾ ചോദിച്ചു, യാ റസൂലുള്ളാഹി, ഇതെന്താണ്, വളരെ നല്ല യോദ്ധാവാണല്ലോ, ഇതേ എങ്ങനെയാണ് നരകത്തിൽ പോവുക എന്ന് ചോദിക്കുകയുണ്ടായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും തന്നെ തെറ്റായി പറയാറില്ലല്ലോ. എന്തെങ്കിലും ഒരു രഹസ്യമുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് റസൂൽ തിരുമേനിയോട് സഹാബി പറഞ്ഞതനുസരിച്ച് ആ വ്യക്തിയെ പിന്തുടരുന്ന ഒരാൾ, ആ വ്യക്തി എന്താണ് ചെയ്യുന്നത് നോക്കാൻ വേണ്ടി പോയി. അപ്പോൾ ആ വ്യക്തി ഈ യുദ്ധം ചെയ്ത് വളരെയധികം മുറിവേറ്റു, വളരെയധികം പ്രയാസപ്പെടാൻ തുടങ്ങി. ആ പ്രയാസത്തെ സഹിക്കാൻ കഴിയാതെ താൻ സ്വയമായിട്ട് തൻ്റെ കൊന്തം കുത്തിക്കൊണ്ട് അതിലേക്ക് തന്നെ വീഴ്ത്തിക്കൊണ്ട്, അതായത് ആത്മഹത്യ ചെയ്യുകയുണ്ടായി. മരിക്കുമ്പോൾ
ജനങ്ങളോട് അദ്ദേഹത്തോട് ചോദിക്കുകയുണ്ടായി, എന്താണ് സംഭവിച്ചതെന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ പറഞ്ഞു, ഞാൻ ഇസ്ലാമിന് വേണ്ടിയല്ല ഞാൻ യുദ്ധം ചെയ്തത്, എനിക്ക് ഇവരോട് വലിയ പണ്ടേ തന്നെ ശത്രുതയുണ്ട്, അവരെ ശരിയാക്കാനാണ് ഞാൻ യുദ്ധം ചെയ്തത് എന്ന് പറയുകയുണ്ടായി. അപ്പോൾ അവർ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിൽ നിന്ന് ആ വ്യക്തി അകറ്റപ്പെടുകയുണ്ടായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വാക്കുകൾ പൂർണ്ണമായും സത്യമായി പുലരുകയും ചെയ്തു. അങ്ങനെ ആത്മഹത്യ ചെയ്തതിൻ്റെ ഫലമായിട്ട് ഷഹാദത്ത് എന്നുള്ള സ്ഥാനം അയാൾക്ക് ലഭിച്ചില്ല, ആ വ്യക്തിക്ക് ലഭിച്ചില്ല. അള്ളാഹുവിന് വേണ്ടി മാത്രം ചെയ്യുന്നവർക്കാണ് ഷഹാദത്ത് ലഭിക്കുന്നത്. ഈ ഒരു പാഠം നമ്മൾ എപ്പോഴും മുമ്പിൽ വെക്കേണ്ടത്, ഓരോ ഭാരവായും ഓരോ പ്രതിനിധി എപ്പോൾ തന്നെ മുമ്പിൽ വെക്കേണ്ടതാണ്. എൻ്റെ അഭിപ്രായങ്ങൾ, എൻ്റെ പ്രവൃത്തി എന്നുള്ളത് അള്ളാഹുവിന് വേണ്ടിയായിരിക്കേണ്ടതാണ്. ഇതായിത്തീരുമ്പോൾ അപ്പോൾ യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ കരസ്ഥമാക്കുന്നവനായി ഞാൻ മാറുക. അപ്പോഴാണ് എൻ്റെ പ്രവർത്തനങ്ങളിൽ അനുഗ്രഹങ്ങൾ ഉണ്ടായിത്തീരുക. വെറും കാണിക്കാൻ വേണ്ടിയാണെങ്കിൽ, തൻ്റെ വ്യക്തിത്വത്തെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയാണ് അവൻ ചെയ്യുന്നതെങ്കിൽ അതിനൊരു പ്രതിഫലം ലഭിക്കുകയില്ല. തൻ്റെ അസ്തിത്വത്തെ പൂർണ്ണമായും ഇല്ലാതാക്കിക്കൊണ്ട് അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടി ചെയ്യുമ്പോഴാണ് പ്രതിഫലം ലഭിക്കുക. ഓരോ ഭാഗവും മനസ്സിലാക്കേണ്ടത് തൻ്റെ നഫ്സിനെ ഇല്ലാതാക്കി തീർക്കാൻ വേണ്ടി ശ്രമിക്കുക. പലരും തന്നെയുണ്ട് ഇപ്പോൾ ഭാരവാഹികളായിട്ടുണ്ട്, വീണ്ടും അവർ തിരഞ്ഞെടുക്കപ്പെടാൻ സാധ്യതയുണ്ട്. ചിലർ കേന്ദ്രതലത്തിൽ ഇവിടെ തിരഞ്ഞെടുപ്പ് വെക്കപ്പെടുന്നവരായിരിക്കും. ഇവരിൽ പല ഭാരവാഹികളും വീണ്ടും തിരഞ്ഞെടുക്കപ്പെടുന്ന ആളുകളുണ്ടായിരിക്കും. അവർ ശ്രദ്ധിക്കേണ്ടത്, കഴിഞ്ഞ വർഷങ്ങളിൽ 3 വർഷം കഴിഞ്ഞു, നിങ്ങൾ അള്ളാഹുവിന് വേണ്ടി, അള്ളാഹുവിൻ്റെ പ്രീതി കരസ്ഥമാക്കുന്നതിന് വേണ്ടി എന്തെല്ലാം ചെയ്തിട്ടുണ്ട് നിങ്ങൾ ചിന്തിക്കുക. അതുപോലെ ഞാൻ എന്നുള്ളതിനെ സാധനപ്പെടുത്താൻ വേണ്ടി എന്ത് ചെയ്തിട്ടുണ്ട്. തൻ്റെ അസ്തിത്വത്തെ നിർത്തുന്നതിന് വേണ്ടിയാണ് നിങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ ഒരു വിധത്തിലുള്ള പ്രതിഫലം ലഭിക്കുകയില്ല, ഒരു അനുഗ്രഹവും നിങ്ങൾക്ക് ലഭിക്കുന്നതല്ല. അതുകൊണ്ട് ഈ വർഷം തന്നെ ഭാരവാഹികൾ തിരഞ്ഞെടുപ്പ് വർഷമാണ്. പുതിയതായി തിരഞ്ഞെടുക്കപ്പെട്ടവരായിട്ടുണ്ട്, ഇനി തിരഞ്ഞെടുക്കാൻ പോകുന്നവരായിട്ടുണ്ട്. അവരെല്ലാവരും തന്നെ ഓർത്ത് വെക്കേണ്ടത്, നിങ്ങളുടെ അനുവാദം നിങ്ങൾ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ അള്ളാഹുവിൻ്റെ പ്രീതി കരസ്ഥമാക്കുന്നതിന് വേണ്ടി മാത്രമായിരിക്കും നിങ്ങൾ ഓരോ പ്രവൃത്തി ചെയ്യുന്നത്, ജനങ്ങളെ കാണിക്കാൻ വേണ്ടിയായിരിക്കരുത്. അതല്ലെങ്കിൽ നോക്കൂ, എൻ്റെ കഴിവുണ്ടായിരുന്നു എനിക്ക്, അപ്പോൾ ഞാൻ തബ്ലീഗ് ചെയ്തു, എൻ്റെ ഇതുണ്ടായിരുന്നു, ഞാൻ സാമ്പത്തികമായിട്ടുള്ള ഇത്രയും ആൾക്കാരെ ചന്ത ഞാൻ കരസ്ഥമാക്കി, അതുകൊണ്ട് ഉമ്മൂറായ്മയുടെ പ്രവർത്തികൾ ഞാനൊക്കെ ചെയ്ത് എൻ്റെ കഴിവ് കൊണ്ടാണ് ചെയ്തത്, അതുകൊണ്ടാണ് തർബിയത്തിന് ഇത്രയും നല്ലൊരു ഇത് എൻ്റെ കഴിവുകൊണ്ടാണ് ചെയ്തത്, അങ്ങനെ ഇസ്ലാം വരുത്തി എന്നൊക്കെ പറയുകയാണെങ്കിൽ അതുകൊണ്ടൊരു ഗുണമൊന്നുമില്ല. അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ, ഞാൻ ചെയ്തത് അള്ളാഹുവിൻ്റെ ഫളിന് വേണ്ടിയാണ് ചെയ്തത്, അള്ളാഹുവിൻ്റെ പ്രീതി കരസ്ഥമാക്കാനാണ് ചെയ്തത്, അള്ളാഹുവിൻ്റെ ഫളിലില്ലാതെ എനിക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല. യഥാർത്ഥ അർത്ഥത്തിൽ അവൻ്റെ ഹൃദയത്തിൻ്റെ അന്തരാളങ്ങളിൽ നിന്ന് ഇങ്ങനെ ശബ്ദം വരികയാണെങ്കിൽ ഈ പ്രവൃത്തി കുർബാനിയാണ്. ഈ പ്രവൃത്തികൾക്ക് അള്ളാഹു അനുഗ്രഹം നൽകുക. അതിനുശേഷം പിന്നീട് വലിയ ഫലങ്ങൾ ലഭിക്കുന്നതാണ്, ജമാഅത്തിന് പുരോഗതിക്ക് കാരണമായി തീരുന്നതാണ്, നിങ്ങളുടെ സ്ഥാനം അത് ഉയർന്നതിന് കാരണമായി തീരുന്നതാണ്. അതല്ലാതെ വെറും നിങ്ങളുടെ അഹന്തയാണ് മുമ്പിലുള്ളതെങ്കിൽ, നിങ്ങളുടെ അസ്തിത്വമാണ് മുമ്പിലുള്ളതെങ്കിൽ എപ്പോഴും നാശമായിരിക്കും. എല്ലാ ഭാരവാഹികളും മനസ്സിലാക്കേണ്ടത്, മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞതുപോലെ നിങ്ങളുടെ യഥാർത്ഥ ലക്ഷ്യം അള്ളാഹുവിലേക്ക് ജനങ്ങളെ അടുപ്പിക്കുക എന്നുള്ളതാണ്, അള്ളാഹുവിൻ്റെ തൗഹീദിനെ സ്ഥാപിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ഹൃദയത്തിൽ അനാനിയത്തുണ്ടെങ്കിൽ, ഞാൻ എന്നുള്ള ഭാവമുണ്ടെങ്കിൽ, അത് ഞാൻ എന്നുള്ള ബിംബമുണ്ടെങ്കിൽ, പിന്നീട് അള്ളാഹുവിൻ്റെ തൗഹീദിനെ നമ്മൾക്ക് എങ്ങനെ സ്ഥാപിക്കാൻ സാധിക്കും? ഏതൊരു മന്ദിരത്തിലെ പൂജാരി തൗഹീദ് സ്ഥാപിക്കാൻ സാധിക്കും? എൻ്റെ ഉള്ളിൽ ഞാൻ എന്നുള്ള ബിംബമുണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല, തൗഹീദ് സ്ഥാപിക്കാനൊന്നും സാധിക്കുകയില്ല. അതുകൊണ്ട് നമ്മൾ ഹൃദയത്തിൻ്റെ ആ മന്ദിരത്തിൽ അവിടെ ഞാൻ എന്നുള്ള ബിംബമുണ്ടെങ്കിൽ അതിനെ പൂർണ്ണമായി തച്ചുടക്കേണ്ടതാണ്. നമുക്ക് തൗഹീദിനെ സ്ഥാപിക്കാൻ നമുക്ക് സാധിക്കുകയില്ല. പൊട്ടിച്ചുകൊണ്ട് നമുക്ക് അള്ളാഹുവിൻ്റെ തൗഹീദിനെ സ്ഥാപിക്കാൻ സാധിക്കുകയുള്ളൂ. ആ അനുഗ്രഹത്തിൻ്റെ ബർക്കത്തുകൾ ജമാഅത്ത് നമുക്ക് കാണാൻ സാധിക്കും. ഇവരായിരിക്കും ഖിലാഫത്തിന് വേണ്ടി യഥാർത്ഥത്തിലുള്ള വലം കൈയായി തീരുന്നത്, ജമാഅത്തിൻ്റെ ഖിലാഫത്തിൻ്റെ സഹായികളായി തീരുന്നത്. പ്രതിജ്ഞ ചെയ്തെടുക്കുക, നമ്മൾ ജീവിതത്തിൽ ഏതെല്ലാം ഞങ്ങൾ ഏൽപ്പിക്കപ്പെടുമോ, ഏതൊരു ജോലിയാണ് ഞങ്ങൾ ഏൽപ്പിക്കുന്നത്, അത് ഭാരവാഹിത്വം എന്നുള്ള നിലയിലാണെങ്കിലും, അതിൽ നായിബായിട്ടാണെങ്കിലും, ഏത് രീതിയിലാണെങ്കിലും, എന്ത് ജോലിയാണ് നമ്മൾ ഏൽപ്പിക്കുന്നത്, ഞങ്ങൾ അതിനെല്ലാത്തിനും തയ്യാറാണ് എന്ന് പ്രതിജ്ഞ ചെയ്യുക. നമ്മൾ ഏത് ജോലിയാണ് അള്ളാഹു ഏൽപ്പിച്ചിരിക്കുന്നത്, ജമാഅത്തിൽ നിന്നും ഖലീഫയിൽ നിന്നും ഏതൊരു ജോലിയാണ് നമ്മൾ ഏൽപ്പിക്കുന്നത്, അത് മനസ്സിലാക്കേണ്ടത്
ഇതെല്ലാം തന്നെ അള്ളാഹുവിൻ്റെ ജോലിയാണെന്ന് മനസ്സിലാക്കുക, അള്ളാഹുവിന് വേണ്ടിയാണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കുക. ഈ ഒരു ചിന്ത നമ്മൾക്കുണ്ടാകുമ്പോൾ അപ്പോഴാണ് യഥാർത്ഥം നമുക്ക് വിജയമുണ്ടാക്കുക. പ്രതിജ്ഞ ചെയ്യുക, ഈ രീതിയിൽ അള്ളാഹുവിൻ്റെ പ്രീതി കരസ്ഥമാക്കാൻ വേണ്ടി എല്ലാ ത്യാഗങ്ങൾക്കും ഞാൻ തയ്യാറായിരിക്കും, അതല്ലാതെ ഞാൻ എൻ്റെ വ്യക്തിത്വത്തെ പോഷിപ്പിക്കാനായിരിക്കില്ല ഞാൻ ചെയ്യുക. മുസ്ലിം മൗദ് ഉപദേശം നൽകിക്കൊണ്ട് പറയുകയുണ്ടായി, ഞാൻ സുഹൃത്തുക്കളെ ഉപദേശിക്കുകയാണ്, ഈ കാര്യങ്ങളെ നിങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് പ്രവർത്തിക്കുക, നല്ല രീതിയിൽ മനസ്സിലാക്കുക. നിങ്ങളെ ഇല്ലാതാക്കിക്കൊണ്ട് നിങ്ങൾക്ക് വായിച്ചു കളയാതെ നിങ്ങൾക്ക് വിജയം ലഭിക്കുകയില്ല. ആദ്യം എന്ത് തന്നെയാണ് നിയമപരമായിട്ട് എന്തെല്ലാം പ്രവർത്തിയാണ് നമ്മൾ ആവശ്യപ്പെടുന്നതെല്ലാം പ്രവർത്തിക്കുക. അള്ളാഹുവിൻ്റെ പ്രീതി കരസ്ഥമാക്കാൻ വേണ്ടി എന്തെല്ലാം ത്യാഗം ചെയ്യേണ്ടി വരുമോ അതെല്ലാം ചെയ്യുക. അപ്പോൾ നമ്മളാണ് വലിയ അനന്തമായിരിക്കുന്ന അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിക്കുക നമ്മുടെ പ്രവർത്തിക്കും. അതിനൊരു ഉദാഹരണം നമുക്ക് പറയാൻ സാധിക്കില്ല. ഇതേപോലെ തന്നെ ഭാരവാഹികൾക്കും ഇവിടെ മശ്വറ നൽകുന്ന ആൾക്കാരും ഒരു കാര്യം പ്രത്യേകമായിട്ട് ഓർത്തിരിക്കേണ്ടത്, അഹങ്കാരം അത് ഏറ്റവും വലിയ പാപമാണെന്ന് മനസ്സിലാക്കുക. അതിൽ നിന്ന് രക്ഷപ്പെടാൻ നമ്മൾ ശ്രമിക്കേണ്ടതാണ്. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെയും ഫضലിനെയും അള്ളാഹു നമ്മളിൽ ചൊരിയുന്നത് അത് നോക്കിക്കൊണ്ട് ഒരിക്കലും തന്നെ നമുക്ക് അഹങ്കാരം ഉണ്ടാകാൻ പാടില്ല. സെക്രട്ടറി മാലി ചിന്തിക്കുകയാണ്, എൻ്റെ അറിവ് കൊണ്ടാണ് ഞാൻ ഇത്രയും ചന്തയൊക്കെ തന്നെ ബജറ്റൊക്കെ പൂർത്തിയാക്കിയത്. മറ്റ് തബ്ലീഗ് ചിന്തിക്കുകയാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും സെക്രട്ടറി ഇങ്ങനെ ചിന്തിക്കുകയാണ്, എൻ്റെ കൈപോട്ടാണ് ഇവിടെയൊക്കെ തബ്ലീഗ് നടത്തുന്നത്, അല്ലെങ്കിൽ എൻ്റെ പ്രവർത്തനം കൊണ്ടാണ് ഇന്നത് ചെയ്യാൻ സാധിക്കുന്നത് എന്നൊരു ചിന്ത അവർക്കുണ്ടെങ്കിൽ, ആർക്കെങ്കിലും ചിന്ത വരുന്നുണ്ടെങ്കിൽ എൻ്റെ കഴിവ് കൊണ്ടാണ് ഇതൊക്കെ ചെയ്യാൻ സാധിച്ചതെന്ന് കരുതുകയാണെങ്കിൽ അവന് അഹങ്കാരമാണ് അത് പൊങ്ങി വരുന്നത്. അങ്ങനെ അഹങ്കാരം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ അള്ളാഹിൻ്റെ ഫضലുണ്ടാവുകയില്ല, അനുഗ്രഹം ഉണ്ടാവില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതായത് മുസ്ലിം അത് ഉപദേശിക്കുകയുണ്ടായി, യഥാർത്ഥ വിജയം എന്നുള്ള അതിൻ്റെ രഹസ്യം എന്നുള്ളത് അള്ളാഹുവിന് മുമ്പിൽ കുമ്പിട്ട് വീഴുക, തൻ്റെ ബലഹീനതകൾ അള്ളാഹിന് മുമ്പിൽ ഏറ്റുപറയുക. അല്ലാതെ തൻ്റെ എനിക്ക് കുറിച്ച് ചെയ്യാൻ സാധിക്കുമെന്ന് ഒരാളും വിധിക്കുകയാണെങ്കിൽ ജനങ്ങളോട് പറയണേ, ഞാൻ എന്താണ്, എനിക്കൊരു കഴിവില്ല, എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല, ഞാൻ പാവമാണ് എന്ന് കരുതിക്കൊണ്ട് പറയുന്നവൻ മുനാഫിക്കാണ്. ചിലർ പറയേണ്ടത് എൻ്റെ കഴിവെന്താണ് എന്ന് ചിലർ പറയുന്നത്. ചിലർ പറയാനുള്ളത് അള്ളാഹു അത് ഫضലം അള്ളാഹു ജോലി ചെയ്യിപ്പിച്ചു എന്ന് പറയുന്നവരുണ്ട്. യഥാർത്ഥത്തിൽ അവരൊക്കെ തന്നെ ഉള്ളിൽ അവർക്കതൊന്നും ശരിയായ രീതിയിലല്ല, കാപടന്മാരാണ് അവർ. വെറും നാവ് കൊണ്ട് മാത്രമല്ല, നാവ് കൊണ്ടും ഹൃദയത്തിലും വിനയാന്വിതരായിരിക്കുന്നവരായിരിക്കും യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹം കരസ്ഥമാക്കുന്നവരും. നമ്മളിൽ ഒരു കഴിവും ഇല്ല എന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. എൻ്റെ ഒരു കഴിവും എനിക്കില്ല എന്ന് പൂർണ്ണമായി മനം ബോധ്യപ്പെടുമ്പോഴാണ് പിന്നെ അള്ളാഹു കുമ്പിടുമ്പോഴാണ് അവന് അനുഗ്രഹങ്ങൾ അവന് ലഭിക്കുക. അങ്ങനെ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ പാത്രമായി തീരുന്നതാണ്. അപ്പോഴാണ് എല്ലാ തീരുമാനങ്ങളും അനുസരിച്ച് അവന് തീരുമാനമെടുക്കുക, ആ തീരുമാനങ്ങളനുസരിച്ച് പ്രവർത്തിക്കാൻ സാധിക്കുക. ഇപ്പോൾ എടുത്ത തീരുമാനങ്ങളും ഇനി എടുക്കാൻ പോകുന്ന തീരുമാനങ്ങളനുസരിച്ച് പ്രവർത്തിക്കാൻ സാധിക്കാം. അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടി നമ്മൾ പരിശ്രമിക്കുകയാണെങ്കിൽ ഇതിൽ അനുഗ്രഹങ്ങൾ ലഭിക്കുന്നതാണ്. അതല്ലാതെ എവിടെ തീരുമാനങ്ങൾ എടുത്ത് പിന്നെ വലിയ വലിയ പ്രസംഗങ്ങളൊക്കെ നടത്തി ഷൂറയിൽ ഇങ്ങനെയൊക്കെയാണ് നടക്കാറുള്ളത്. ഷൂറയിലുള്ള ആളുകൾ വലിയ വലിയ പ്രസംഗങ്ങളൊക്കെ നടത്താറുണ്ട്. ഭാരവാഹികളും അവരുടേതായിരിക്കുന്ന അഭിപ്രായങ്ങളൊക്കെ പറയും. ഷൂറ കഴിഞ്ഞാലോ എല്ലാം മറന്നു പോകും. പിന്നെ എന്ത് പ്രവൃത്തിയാണ് അവർ ചെയ്യുക? യഥാർത്ഥ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ അള്ളാഹിന് മുമ്പിൽ കുമ്പിട്ടുകൊണ്ട് തൻ്റെ അനാനീയത്തിന് തൻ്റെ അഹന്തയെ ഇല്ലാതാക്കിക്കൊണ്ട് തൻ്റെ അത്രവാദിത്തം മനസ്സിലാക്കിക്കൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ട് ഈ തീരുമാനങ്ങളൊക്കെ നടപ്പിലാക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക. നിങ്ങളൊരു പരിശോധന നടത്തുകയാണ് ണെങ്കിൽ കഴിഞ്ഞ 3 വർഷത്തെ പ്രവർത്തനങ്ങളുടെ റിപ്പോർട്ടുകളൊക്കെ നിങ്ങൾ നോക്കുകയാണ്, എന്തെല്ലാം തീരുമാനങ്ങൾ എടുത്തു. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഈ 3 വർഷത്തിൽ എന്തെല്ലാം നിങ്ങൾ കരസ്ഥമാക്കാൻ സാധിച്ചു, അത് നിങ്ങൾ ചെയ്തിട്ടില്ല, പൂർണ്ണമായും പ്രവർത്തിച്ചില്ലെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. 15 വർഷത്തെ നിങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും എത്രയോ കാര്യങ്ങൾ നമ്മൾ തീരുമാനം എടുത്തത് മറന്നുപോയിട്ടുണ്ടാകും എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതൊക്കെ നമ്മൾ ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു, പക്ഷേ നമ്മൾ ചെയ്തിട്ടില്ല. അതുകൊണ്ട് പഴയ കാര്യങ്ങളൊന്നും ഓർക്കുക, പഴയ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് എടുത്ത് പരിശോധിക്കുക. പുതിയ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അത് മുമ്പിൽ വെച്ചുകൊണ്ട് ഒരു പ്രതിജ്ഞ ചെയ്യുക. നമ്മൾ
എല്ലാം തന്നെ മുമ്പിൽ വെച്ചുകൊണ്ട് അതനുസരിച്ച് പ്രവർത്തിക്കുന്നതാണ്. അള്ളാഹുവിൻ്റെ പ്രീതി കരസ്ഥമാക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്നതാണ്, പക്ഷെ കാണിക്കാൻ വേണ്ടിയായിരിക്കുകയില്ല. യഥാർത്ഥത്തിൽ യഥാർത്ഥ വിശ്വാസത്തിരുന്നതാണ്. ആ വിശ്വാസി അവർ ഏതൊരു പ്രവൃത്തി ചെയ്യുമ്പോഴും അള്ളാഹുവിൻ്റെ പ്രീതി കരസ്ഥമാക്കാൻ വേണ്ടിയായിരിക്കും ആ വിശ്വാസി ചെയ്യുന്നത്. അതനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കേണ്ടതാണ്. ചിലർ പറയാറുള്ളത്, ഞങ്ങളുടെ അടുത്ത് സാമ്പത്തിക ശേഷിയില്ല എന്ന് പറയാറുണ്ട്, അതുകൊണ്ട് ഞങ്ങൾക്കൊന്നും ചെറു പ്രവൃത്തി ചെയ്യാൻ കഴിയുന്നില്ലെന്ന് പറയാറുണ്ട്. നമ്മളുടെ ലക്ഷ്യങ്ങൾ ഉന്നതമായിരിക്കണം, നമുക്ക് ധൈര്യമുണ്ടായിരിക്കണം, ധീരതയോടുകൂടി ഒരു ഉറച്ച തീരുമാനം എടുത്തുകൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ട് സഹായം തേടിക്കൊണ്ട് ഒരു ടീം വർക്കോട് കൂടി നമ്മൾ പ്രവർത്തിക്കുകയാണെങ്കിലും എല്ലാ ഭാരവാഹികളും വിപ്ലവകരമായിരിക്കുന്ന പ്രവൃത്തി അവർക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. അവിടെ വലിയ മാറ്റങ്ങൾ ഉണ്ടായിത്തീരുന്നത്. അപ്പോഴാണ് ഖിലാഫത്തിൻ്റെ സഹായികളെ നിങ്ങൾ മാറുക. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓർത്ത് വെക്കുക. വെറും നാവ് ഇട്ടടിച്ചത് കൊണ്ടോ ഒരിക്കലും തന്നെ അത് ഖലീഫയോടെ സുൽത്താൻ നസറായി തീരുകയില്ല. അള്ളാഹുവായിട്ടുള്ള ബന്ധം നിങ്ങൾ സ്ഥാപിക്കേണ്ടത് വരും. നിങ്ങൾ അഹന്തയെ മായ്ച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടി നിങ്ങളെല്ലാ പ്രവൃത്തിയും ചെയ്യേണ്ടതായിട്ട് വരും. അതിനുവേണ്ടി പൂർണ്ണമായിരിക്കുന്ന പ്രയത്നം നിങ്ങൾക്ക് ചെയ്യേണ്ടതായിട്ട് വരും. നിങ്ങളുടെ കൂട്ടുകാരെ കൂട്ടം കൂട്ടിക്കൊണ്ട് മുന്നോട്ട് പോകേണ്ടി വരും. ഒരു ടീം വർക്കായിട്ട് നിങ്ങൾക്ക് പ്രവർത്തിക്കേണ്ടതായിട്ട് വരും. അപ്പോഴാണ് നിങ്ങൾക്ക് നല്ല ഫലം ലഭിക്കുക. ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ അപ്പോഴാണ് നിങ്ങൾക്ക് മുഷാവറത്തിൻ്റെ തീരുമാനങ്ങളെ യഥാർത്ഥത്തിൽ നടപ്പിൽ വരുത്തുന്നവരെ മാറുക. എപ്പോഴും ഓർക്കുക, മുഷാവറത്തിൻ്റെ സമയത്തിൽ നിങ്ങൾ എപ്പോഴും അതിൻ്റേതായ അന്തസ്സിനെ നിർത്തേണ്ടതാണ്. വെറും ചർച്ചകൾക്ക് വേണ്ടി ആകരുത് ഇത് നിങ്ങൾ ചെയ്യുമ്പോൾ. അതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് പോലും നിങ്ങൾ ചിന്തിക്കേണ്ടതാണ്. ആവശ്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ അഭിപ്രായം പറയുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം ഏകദേശം മുമ്പുള്ള ഒരാൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വീണ്ടും ആവർത്തിക്കേണ്ട കാര്യമില്ല. എപ്പോഴും തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങളുടേതായിരിക്കുന്ന അനാനീയത്തിനെ അഹന്തയെ അവിടെ ഇല്ലാതാക്കി മാറ്റേണ്ടതാണ്. എപ്പോഴും തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിൻ്റെ ഭയം എപ്പോഴും നിങ്ങൾ മനസ്സിലുണ്ടായിരിക്കേണ്ടതാണ്. അതുപോലെ തന്നെ അതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ തീരുമാനമെടുക്കണം. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ അപ്പോഴായിരിക്കും നിങ്ങൾ ആ സ്ഥാനം കരസ്ഥമാക്കുന്നവരായി തീരുക. ഈ മജ്ലിസിൻ്റെ ഒരു സ്ഥാനവും പവിത്രതയുമുണ്ട്. ഷൂറയിൽ ഇരുത്തിക്കൊണ്ട് നിങ്ങൾ ഭൗതികരിൽ പ്രസംഗിക്കുന്നത് പോലെ പ്രസംഗിക്കരുത്. അതല്ലാതെ അപ്പോൾ നിങ്ങൾ ഒരു ആത്മീയതയിലേക്ക് പോകാൻ സാധിക്കില്ല. അതുകൊണ്ട് ഇവിടെ ആ ഷൂറയിൽ വന്നിരിക്കുന്ന ആളുകളോട് എനിക്ക് ഉപദേശിക്കാനുള്ളത് സാനി പറയണം, നിങ്ങൾ അള്ളാഹുവിൻ്റെ ഭയം നിങ്ങളുടെ ഹൃദയത്തിലുണ്ടാകുക. വെറും ഒരു വാചക കസർത്തുകൾ നിങ്ങൾക്കൊരിക്കലും തന്നെ വിജയത്തിന് കൊണ്ടുപോകില്ല. അത് നിങ്ങൾ ഭൗതികമായിട്ടും ആത്മീയതയിലായിട്ടും നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക. റബ്ബനുള്ള എന്നുള്ള സ്ഥലത്തേക്ക് നിങ്ങൾ പോകുന്നതാണ്. നമ്മുടെ റബ്ബ് അള്ളാഹുവായി ഇരിക്കേണ്ടതാണ്. അത് നമ്മളിലില്ലെങ്കിൽ റബ്ബന ഇന്നന സമീന മുനാദിയ യുനാദി ലിൽ ഈമാനി അൻ ആമിനു ബിറബ്ബിക്കും ഫാമന്ന എന്നുള്ള അവസ്ഥ നമുക്കില്ലെങ്കിൽ, അത് നമ്മളിലില്ലെങ്കിൽ നിങ്ങൾ ചിന്തിച്ചു നോക്കുക. മറ്റുള്ള ശക്തികൾ, ലോകത്തുള്ള മറ്റുള്ള പ്രഭാവമുള്ള ശക്തികൾ സമൂഹങ്ങൾക്കെതിരിൽ നമ്മുടെ കഴിവിന് എന്താണ്? നമ്മുടേതായിരിക്കും ഭൗതികമായി നോക്കുകയാണെങ്കിൽ ഒരു പക്ഷിയുടെ ഒരു ചിറകിൻ്റെ അത്രയും വില നമുക്കില്ല. എന്നാൽ ഇവിടെ ഞാൻ ഇവിടെ ഞാൻ ഒതുക്കുകയുണ്ടായി. അള്ളാഹു നിന്നിലേക്ക് വിളിക്കുന്ന ഒരു വിളിയാളൻ്റെ വിളി ഞാൻ കേൾക്കേണ്ടത് അവൻ നിന്നിലേക്ക് നിന്നെ വിശ്വസിക്കാൻ വേണ്ടി പറയുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ വിശ്വസിച്ചു. അപ്പോൾ ഭൗതികമായി നോക്കുകയാണെങ്കിൽ നമ്മൾക്കൊന്നും തന്നെ ഇല്ല. മറ്റുള്ളവരെ നമുക്കൊരിക്കലും നേരിടാൻ സാധിക്കില്ല. അപ്പോൾ നമ്മുടെ വിശ്വാസത്തെ അള്ളാഹുവിലേക്ക്, നമ്മുടെ പ്രവർത്തനത്തെ അള്ളാഹുവിലേക്ക് പൂർണ്ണമായി നമ്മൾ കൊണ്ടുപോകുമ്പോഴാണ് നമ്മൾക്ക് ശക്തി ഉണ്ടായിത്തീരുക. നമ്മൾ വിശ്വസിച്ചു, അള്ളാഹുവിൻ്റെ കാര്യങ്ങൾ കേട്ടും, അങ്ങനെ വിളിയാളൻ്റെ വിളിയങ്ങൾ കേട്ടും അതനുസരിച്ച് ഞങ്ങൾ വിശ്വസിച്ചു. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിൽ മുന്നോട്ട് പോകാൻ വേണ്ടി ഞങ്ങൾ സമർപ്പിച്ചിരിക്കുന്നു. ഈ കാര്യങ്ങളുണ്ടെങ്കിൽ അപ്പോഴാണ് നമ്മൾ അഭിമാനിക്കാൻ നമുക്ക് സാധിക്കുക. ഈ കാര്യമാണ് നമ്മൾ ഹൃദയത്തിൽ ഇപ്പോഴും തന്നെ മുടിച്ചു നിൽക്കേണ്ടത്. അള്ളാഹുവിൻ്റെ ഭയമാണ്, നമ്മുടെ ചിന്തയിൽ അള്ളാഹുവിൻ്റെ ഭയമാണ് ഉണ്ടാവേണ്ടത്. നമ്മുടെ ഹൃദയത്തിൽ അള്ളാഹുവിൻ്റെ ഭയമാണ്, നമ്മുടെ നാവിൽ അള്ളാഹുവിൻ്റെ ഭയമാണ് ഉണ്ടായിരിക്കുന്നത്. നമ്മുടെ ഹൃദയത്തിൽ അള്ളാഹുവിൻ്റെ ഭയമാണ് മുന്തിച്ച് നിൽക്കേണ്ടത്. നമ്മുടെ മഷൂറയിൽ അള്ളാഹുവിൻ്റെ ഭയമാണ് മുന്നോട്ട് നിൽക്കേണ്ടത്. നമ്മുടെ തീരുമാനമെടുക്കുന്നതിൽ അള്ളാഹുവിൻ്റെ ഭയമാണ് മുന്നോട്ട് നിൽക്കേണ്ടത്. അത് മുഖേനയാണ് നമ്മൾ ലോകത്ത് അഭിമാനത്തോടുകൂടി നമ്മൾ വീക്ഷിക്കപ്പെടുക. അഭിമാനം നമുക്ക് ലോകത്ത് ലഭിക്കുക. ആഖിറത്തിൽ നമുക്ക് അഭിമാനം ലഭിക്കലാതിലാണ്. ലോകത്ത് നമ്മൾ ഇതിലായിരിക്കണം നമുക്ക് എപ്പോഴും തന്നെ നമുക്ക് അഭിമാനം നിലനിർത്തുക. ഇതായിത്തീരുമ്പോഴാണ് യഥാർത്ഥ വിജയം നമുക്കുണ്ടാവുക, നമുക്ക് വിജയം ലഭിക്കുക. ഈ പ്രതിനിധികൾ ഇവിടെ ഇരിക്കുന്ന ആളുകളൊക്കെ തന്നെ അവരുടെ ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ലൈൻ പോയി.
ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം നമ്മൾ അംഗീകരിച്ചതിന് വേണം, ഇതുണ്ടാക്കുന്നതിന് വേണ്ടിയാണ് ജമാഅത്തിൻ്റെ പ്രതിനിധികളായിക്കൊണ്ട് നിങ്ങളെ ഷൂറയിൽ അയച്ചിരിക്കുന്നത്. അതുകൊണ്ട് പ്രതിനിധികൾക്കും അതുപോലെ ഭാരവാഹികളും ഓർത്തിരിക്കേണ്ടത് അള്ളാഹുവിൻ്റെ ഭയം നമ്മളിൽ ഉണ്ടാക്കേണ്ടതാണ്. ഇതുണ്ടായിത്തീരുന്നാൽ അപ്പോഴാണ് യഥാർത്ഥ ഒരു വിപ്ലവം നമുക്ക് സാധിക്കുക. അള്ളാഹു ജമാഅത്ത് അഹമ്മദിയ മുഖേന ലോകത്ത് സ്ഥാപിക്കാൻ സാധിക്കുന്നത്. അത് ലോകം കാണുന്നതാണ് വിപ്ലവം. ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചാൽ, അത് യഥാർത്ഥ രീതിയിൽ നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ലോകത്ത് ഈ ഷൂറയെ ഇതനുസരിച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു വിജയപ്രദമായിരിക്കുന്ന ഷൂറ നിങ്ങൾക്ക് സംഘടിപ്പിക്കാൻ സാധിക്കുന്നതാണ്. അള്ളാഹു നിങ്ങൾക്കിത് മനസ്സിലാക്കാൻ സാധിക്കുമാറാകട്ടെ. ആമീൻ. അപ്പോൾ ഈ ദുആ ചെയ്യുക. ആമീൻ. السلام عليكم.